Good morning, all. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Thank you. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് സൈക്കോളജിക്കൽ കൗൺസിലറും ട്രെയിനറുമായിട്ടുള്ള ജാഹിർ മുഹമ്മദ് സാറാണ്. ജാഹിർ സാറിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കുന്നെന്ന് കരുതുന്നു, സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. പലപ്പോഴും എന്താ പറയാ, മോർണിംഗ് സർക്കിളിൽ കയറി കഴിഞ്ഞാൽ സൂസൻ മാമിനെ മാത്രമേ വീഡിയോയിൽ കാണാറുള്ളൂ. ബാക്കിയൊക്കെ ഞാനിങ്ങനെ എന്താ പറയാ, ഒരു ഗസ്സിങ്ങിലൂടെ ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ രാവിലെ തന്നെ അല്ലേ, അപ്പൊ അതിന്റെ വീഡിയോ ഓൺ ആക്കാനുള്ള ഒരു ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവൂലേ. ഓക്കെ, നേരത്തെ സജന മാം പറഞ്ഞതുപോലെ നമുക്ക് ഇന്നത്തെ രാവിലെ എഴുന്നേക്കാൻ വേണ്ടി പറ്റി. അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ. വേൾഡ് ഓഡോമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കണക്ക് നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അതിനകത്ത് കണക്കുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. ആരെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതിനകത്ത് ഒരു ദിവസം ആ ഒരു സമയം ജനിക്കുന്ന ആളുകളുടെയും മരിക്കുന്ന ആളുകളുടെയും കണക്കുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. സത്യത്തില് അത് അതിന്റെ എന്തായിരുന്നു പേര്? വേൾഡ് ഓഡോമീറ്റർ എന്നാണ് ഓഡോമീറ്റർ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതെ അതെ. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ഓരോ ദിവസവും ജനിക്കുന്നതും മരിക്കുന്നതും ആളുകളുടെ ഡീറ്റെയിൽസ്. അത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കത് അറിയാൻ പാടില്ല. പക്ഷെ അതങ്ങനെ ഒരു കണക്ക്. അത് എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇന്ന് രാവിലെ എഴുന്നേക്കാൻ വേണ്ടി പറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലെ. ഉറക്കം എന്ന് പറയുന്നത് ജസ്റ്റ് ചെറിയൊരു മരണം എന്നുകൂടി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിൽ നിന്ന് നമ്മൾ മുക്തമായിട്ട് ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. സോ നമ്മൾ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ടൈം കൂടിയാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ലൈഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. കാരണം എല്ലാത്തിനും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. നമ്മൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും, കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിനുണ്ടാവും. അതുപോലെ തന്നെ നമുക്കും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഞാൻ നിങ്ങളെ മുന്നിലേക്ക് ഒരു ഓപ്ഷൻ വെച്ചുതരാം. 2 ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. അതിലൊന്ന്, നിങ്ങൾ ഇപ്പോൾ ഉള്ള ലൈഫ് 1 മുതൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. കാരണം റോഫ് സാർ എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെയാണ് 1 വയസ്സ് മുതൽ എന്നുള്ളത് ഇന്ന് ഈ നിലയിലേക്ക് എത്തി നിൽക്കുന്നത്, അത് മൊത്തത്തിൽ മാറ്റിയെടുക്കാനുള്ള ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ എന്തൊക്കെ എനിക്ക് മാറ്റേണ്ട കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, ഞാൻ ഇങ്ങനെ തന്നെ മതി, എന്റെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അതൊക്കെ മാറ്റിയിട്ട് ഒരു റീ അഡ്ജസ്റ്റ്മെന്റ്, അത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ മതി. ഇങ്ങനെ ഒരു 2 ഓപ്ഷൻ നിങ്ങൾക്ക് പെട്ടെന്നൊരു വരായിട്ട് തരികയാണ്. നിങ്ങൾ ഇതിൽ ഏത് ചൂസ് ചെയ്യും? എ ഓർ ബി? മൊത്തത്തിൽ അങ്ങ് മാറിയിട്ട് പുതിയൊരാളായിട്ട് മാറണം, എല്ലാം ഒറ്റയടിക്ക് മാറിയിട്ട് 1 മുതൽ തുടങ്ങണം. അങ്ങനെ ഇതിൽ എ ആണോ ബി ആണോ, നിങ്ങൾ ഏതാ ഏറ്റെടുക്കുക? ചാറ്റ് ചെയ്താലും മതി. ഒന്ന് മൊത്തത്തിൽ മാറുക, രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ പറയാറില്ലേ എന്തൊരു പണ്ടാരൻ ലൈഫാണ് അല്ലെ. ചിലപ്പോ നമ്മുടെ വീടിന്റെ ജനാല തുറന്നിട്ട് ഒരു പണിയെടുക്കാതെ നമ്മൾ വരണ്ട, ആ പോന്നവനൊക്കെ എന്ത് രക്ഷപ്പെട്ടിക്കണ്, BMW ഒക്കെ എടുത്തിട്ട് ഇറങ്ങണത്, നമുക്കൊന്നും ഒന്നുമില്ല, അവന്റെ തലയിൽ വരച്ച വരയാണ് വര, നമ്മളൊക്കെ എന്താണെന്നൊക്കെ പറയാം. നമ്മൾ സ്വയം കുറ്റപ്പെടുത്താറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കില്ല ഈ ലൈഫ് തന്നെ മൊത്തത്തിൽ ചില ആളൊക്കെ പറയും ഈ കുടുംബത്തിൽ ജനിച്ചാണ് പ്രശ്നം അല്ലെ. ചിലപ്പോ തമാശയൊക്കെ പറയും, അച്ഛന് നല്ലൊരു അമ്മയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല സായിപ്പിനെ കല്യാണം കഴിച്ച് ഞങ്ങൾ വല്ല അമേരിക്കയിലോ UK ഒക്കെ ഉണ്ടാവില്ല അല്ലെ. തമാശക്ക് ചിലപ്പോ പറയാറുണ്ട് സിനിമയിലൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്ന്. സെക്കൻഡ് വൺ, നമ്മൾ ഈ ഉള്ളത് ജസ്റ്റ് ഒന്ന് എന്താ പറയാ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഞാനായാ മതി. എന്റെ അച്ഛൻ ആരാണോ, എന്റെ അമ്മ ആരാണോ, എനിക്ക് അത് മതി. ഇതിൽ ഏത് നിങ്ങൾ തിരഞ്ഞെടുക്കും? എനിക്ക് വേണ്ടി പറയണ്ട കേട്ടോ. രണ്ടാമത്തെ ഓപ്ഷൻ. ഓക്കെ ഫൈൻ, താങ്ക് യു. ബി, എല്ലാരും ബി ആണ് അല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ അതിൽ അച്ഛനും അമ്മ എനിക്ക് അത് മതി എന്ന് പറഞ്ഞപ്പോഴേ എല്ലാരും ബിയിലേക്ക് ചൂസ് ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. ഓക്കെ, ഞാൻ ഒരു കഥ പറയാം. ഒരു നാട്ടുമ്പുറത്ത് വലിയൊരു പൊട്ടക്കിണറുണ്ട്.
ആ പൊട്ടക്കിണറ്റില് ആരും പ്രത്യേകിച്ചിട്ട് ഉപയോഗിക്കാറൊന്നുമില്ല, വെള്ളമൊന്നുമില്ല, നല്ല ആഴമുള്ള കിണറാണ്. ഒരു നാട്ടിൻപുറത്തൊരു കഴുത, വേറൊരു നാട്ടിലുള്ള ഒരു കഴുത അതിലൂടെ നടന്നു വരുമ്പോ പെട്ടെന്ന് ആ കിണറ്റിലേക്ക് വീഴാണ്. അങ്ങനെ ആ നാട്ടിലെ ജനങ്ങൾ മൊത്തം ആ കഴുതയെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ കഴുതയെ രക്ഷിക്കാൻ പറ്റുന്നില്ല. കാരണം ഒന്ന് നല്ല ആഴുണ്ട്, ഒരു രീതിയിൽ ആ കഴുതയെ രക്ഷിക്കാൻ പറ്റുന്നില്ല. കഴുതയാണെങ്കിൽ അലമുറിട്ട് കരയുന്നുണ്ട്. പക്ഷെ നാട്ടുകാരെ എല്ലാ ശ്രമവും വിഫലമാണ്, രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റണില്ല. അവസാനം അത് ഒഴിവാക്കാം. അങ്ങനെ നാട്ടുകാർ ഒരു തീരുമാനം എടുത്തു, ഇനി ഒരു കാര്യം ചെയ്യാം. ഈ പൊട്ടക്കിണർ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ശാപാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ഏതായാലും ഒരു കഴുതയാണ് വീണിരിക്കുന്നത്, വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഇതങ്ങ് മൂടിക്കളയാം. അപ്പൊ എങ്ങനെ മൂടും? ഇത്രയും വലിയ കിണർ മൂടണം എന്നുണ്ടെങ്കിൽ നല്ലൊരു പണിയാണ്. അപ്പൊ എല്ലാരും പറയാണ് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റുകൾ ഉണ്ടാവും, അല്ലെ? ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും, പൊട്ടിപ്പൊളിഞ്ഞതും അതും ഇതും, അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും. ആ വേസ്റ്റുകളൊക്കെ നമുക്ക് ഈ കിണറിൽ കൊണ്ടിട്ടിട്ട് നമുക്ക് കഴുതയോടൊപ്പം ഇതിനങ്ങ് മൂടിക്കളയാമെന്ന് തീരുമാനിക്കുകയാണ്. മറ്റൊരു ഓപ്ഷൻ അതിനകത്തില്ല. അങ്ങനെ ആളുകളൊക്കെ വീട്ടിൽ ആവേശമായില്ലേ, നമുക്ക് വേസ്റ്റ് ഇടാൻ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സന്തോഷമല്ലേ, എന്തൊക്കെ വേസ്റ്റ് ഉണ്ടാവില്ലേ. ആ വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് ആൾക്കാർ വരികയാണ്, 4 ഭാഗത്ത് വരികയാണ്. എല്ലാരും വേസ്റ്റ് എടുത്തിട്ട് നേരെ പൊട്ടക്കിണറ്റിലിടുകയാണ്. കഴുതയുടെ ശരീരത്തിലേക്കാണ് ഈ വേസ്റ്റുകളൊക്കെ വീഴുന്നത്. അല്ല, ചിലപ്പോ ഇപ്പൊ പൊട്ടിയ പ്ലേറ്റ് ഒന്നും കളയാറില്ല, കാരണം ക്രാഫ്റ്റ് ഉണ്ടല്ലോ, അല്ലെ? പൊട്ടിയ കണ്ണാടി പോലും കളയാറില്ല. യൂട്യൂബ് ഒക്കെ നോക്കിയാൽ കഴിഞ്ഞാൽ പറയും പൊട്ടിയ കണ്ണാടി കളയരുത്, ഒരു ഐഡിയ ഉണ്ട് എന്ന് പറയും. അങ്ങനെ 1 മിനിറ്റ് വീഡിയോ ആയി, പൈസയായി, അല്ലേ? അപ്പൊ ഇതിങ്ങനെ കഴുതയുടെ മുകളിലേക്ക് വീഴാണ്. കഴുത ഇങ്ങനെ അല്ലമുറിട്ട് കരയാണ്, വേദന കൊണ്ട്. ആളുകളത് കേൾക്കുന്നുണ്ട്, പക്ഷെ വേറൊരു ഓപ്ഷൻ ഇല്ല രക്ഷപ്പെടുത്താൻ. കുറച്ച് കഴിഞ്ഞിട്ട് കഴുതയുടെ കരച്ചിൽ അങ്ങ് നിന്നു. അപ്പൊ ആൾക്കാർ മനസ്സിലായ കഴുത മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, വേസ്റ്റ് ഒക്കെ വീണ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അവിടെ സംഭവിച്ചത്, ആളുകൾ വേസ്റ്റ് ഇട്ട് തുടങ്ങുമ്പോ കഴുത അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ കഴുത കരുതുന്നത് എനിക്കിനി രക്ഷപ്പെടാൻ പറ്റില്ലെന്നാണ്. പക്ഷെ പിന്നീട് അറ്റ് ദ മൊമെന്റ് ആ കഴുത മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഈ വേസ്റ്റുകൾ എന്തായാലും ഇങ്ങനെ കുന്നുകൂടി വരും. ആ വേസ്റ്റിന് മുകളിൽ നിന്നുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. രക്ഷപ്പെടാൻ എന്തായാലും ആരും ഒരു കയറ് തരുന്നില്ല, ഒന്നുമില്ല. പക്ഷെ ഈ വേസ്റ്റ് കുന്നുകൂടുമ്പോ ഓരോ വേസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ അതിന് മുകളിൽ കയറി നിന്ന് എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമല്ലോ. പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കുന്ന സൊസൈറ്റി ആയിരിക്കും, ഒരുപാട് നെഗറ്റീവുകൾ കേൾക്കുന്ന സൊസൈറ്റി ആയിരിക്കും. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ് പെട്ടെന്ന് നമ്മളിപ്പോ സൂം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് സ്റ്റക്കായി. ഞാനൊക്കെ ഇങ്ങനെ വാ തുറന്ന് ഇങ്ങനെ തൊള്ള ഇങ്ങനെ തുറന്നിരിക്കുകയാണ്, ഒന്നും മനസ്സിലാവണില്ല. നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? ജസ്റ്റ് ആദ്യം ഒന്ന് ടച്ച് ചെയ്ത് നോക്കും, അല്ലെ? സ്ക്രീനിൽ ടച്ച് ചെയ്ത് നോക്കും, എന്തപ്പോ ഇത് പറ്റിയത്? ഇയാള് സ്റ്റക്കായതാണ്, എന്റെ ഫോണിന് പറ്റിയതാണോ? അപ്പൊ മനസ്സിലായില്ല, റോഫ് സാറും സ്റ്റക്കാണ്, അല്ലെ? സജന മാമും സ്റ്റക്ക്, എല്ലാവരും സ്റ്റക്കാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യും. നിങ്ങൾ എങ്ങനെയാണോ, ഞാൻ എങ്ങനെ ചെയ്യാം? ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യും. ഒരു 3 to 5 സെക്കൻഡ് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ ഒന്നും കൂടി അൺലോക്ക് ബട്ടൺ അമർത്തിയിട്ട് ഒന്നും കൂടി നോക്കും. ഇല്ല, ഒരു വഴിയില്ല കേട്ടോ, അത് സ്റ്റക്കാണ്. എന്നിട്ട് ഒന്നും കൂടി ഞാൻ എന്താക്കും? ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും. റീസ്റ്റാർട്ട് ചെയ്തപ്പോ സംഭവം സ്റ്റക്ക് മാറി. പിന്നെ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? റീസെന്റിലുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, അങ്ങനെ എന്തൊക്കെ റീസെന്റിൽ ഉണ്ടോ, കുറെ കുക്കിങ്ങിന്റെ നോക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ നോക്കി വെച്ചിട്ടുണ്ടാവും, ഒക്കെ നമ്മൾ എന്താക്കും? റീസെന്റ് ഒക്കെ ക്ലോസ് ചെയ്യും. റീസെന്റ് ക്ലോസ് ചെയ്തപ്പോ സംഭവം സെറ്റാണ്, എന്നാൽ ചെറിയൊരു ലാഗിങ് ഉണ്ട്. ആ ലാഗിങ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പിന്നെ? അപ്പൊ നമ്മൾ ആരോടെങ്കിലും ചോദിക്കും, അല്ലെ? ഒന്നുകിൽ നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ ബ്രദറിനോട് സിസ്റ്ററോട് ചോദിക്കുമ്പോൾ പറയും, അന്റെ ഓലക്കമ്മല ഫോണിൽ കുറെ ആപ്പ് ഇല്ലേ, ഗെയിമിന്റെ ആപ്പ് ഉണ്ട്, പിന്നെ മീഷോ, ഫ്ലിപ്കാർട്ട്, മറ്റത് മറിച്ച് കുറെ ആപ്പ് ഇല്ലേ, ഒക്കെ ഡിലീറ്റ് ചെയ്ത് അങ്ങോട്ട്. അപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ ആവേശത്തിൽ കുറെ ആപ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ ആപ്പൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യും. അപ്പൊ കുറച്ചും കൂടി ഒന്ന് ഉഷാറായിട്ട് വന്നു. പിന്നെ എന്തൊക്കെ ഉള്ളതെന്ന് നോക്കുമ്പോൾ പറയും, കുറെ മെസ്സേജ് വന്നിട്ടില്ലേ വാട്സപ്പിൽ, ആവശ്യമില്ലാത്ത കുറെ, അതൊക്കെ ഡിലീറ്റ് ചെയ്യും. സംഭവം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ നമ്മളെ ഫോണ് വളരെ ഉഷാറായിട്ട് പ്രവർത്തിക്കും, അല്ലെ? അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്താണോ ആവശ്യമുള്ളത്, എന്താണോ ആവശ്യമില്ലാത്തത്, അത് നമ്മൾ കൃത്യമായിട്ട് അതിൽ കൊടുക്കുമ്പോഴും കളയുമ്പോഴാണ് നമ്മുടെ ഫോണ് സെറ്റായിട്ട് ഹാങ്ങിങ് ഒക്കെ മാറി ഉഷാറായിട്ട് വരുന്നത്. ഇതേ ഒരവസ്ഥ നമ്മുടെ ലൈഫിലും ഉണ്ട്. നമ്മളെ ലൈഫും ഹാങ് ആവുന്നുണ്ട്, അപ്ഡേഷൻ ഇല്ലാത്ത പ്രശ്നമുണ്ട്, അല്ലെ? ചിലപ്പോൾ പറയും അപ്ഡേറ്റ് ചെയ്യണം, ഇപ്പൊ ഏതാണ് വേർഷൻ, അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്ക്, നല്ലൊരു മാറ്റം കാണും. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്, പക്ഷെ ഞാൻ വളരുന്നില്ല. എനിക്ക് ക്ലയൻസ് ഇല്ല. എനിക്കുള്ള ക്ലയൻസ് ആണെങ്കിൽ ആ എപ്പോഴും വന്ന ക്ലയന്റ് ആണോ അതന്നെ എന്റെ ക്ലയന്റ് ഉള്ളൂ.
അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വില അളക്കണ്ടേ അല്ലെ? ഒരു ക്ലയന്റ് ഡിപ്രഷൻ ആയിട്ട് വന്നിട്ട് കാലാകാല ക്ലയന്റിനെ കൊണ്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കണത്. അപ്പൊ എന്താണ്, ഞാൻ കൊടുക്കുന്ന മരുന്ന് ഏൽക്കുന്നില്ല എന്നല്ലേ? ഞാൻ കൊടുക്കുന്ന അദ്ദേഹത്തിന് എന്താണോ ഞാൻ മെന്റലി ഞാൻ അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കുന്നത് അത് ഓക്കെ അല്ലാന്നല്ലേ? അപ്പൊ ഞാൻ എന്ത് ചിന്തിക്കണം, ഞാനൊന്ന് അപ്ഡേറ്റ് ആവാനുണ്ട്. അല്ല, ഞാൻ പഴയ പോലെ തന്നെ, എന്റെ നാട്ടിലൊരു ഡോക്ടർ ഉണ്ട്, എന്റെ നാട്ടുകാരൊന്നുമില്ലല്ലോ, ആ ഡോക്ടർ അന്നും വാങ്ങിക്കുന്ന 50 രൂപ ഇന്നും വാങ്ങിക്കുന്ന 50 രൂപയാണ്. ഒരു മാറ്റവും ഇല്ല. അപ്പൊ ആൾക്കാരെന്താണെന്നറിയോ, ഇപ്പോഴത്തെ ജനറേഷൻ എന്താ പറയാന്നറിയോ, നമ്മളങ്ങനെ പറയും, വീട്ടിൽ നിന്ന് ഉമ്മാരൊക്കെ പറയും അവിടെ പോയാൽ മതി എന്നൊക്കെ പറയും, ഓർത്തോ ഡോക്ടർ. അപ്പൊ ഞാൻ പറയും, ഞാൻ അടക്കം പറഞ്ഞിട്ടുണ്ട്, അയാൾ ഇപ്പോഴും 50 രൂപയാണ് വാങ്ങിക്കുന്നത്, അതിന്റെ ക്വാളിറ്റി അയാൾ കാണിക്കുള്ളൂ. ആളെ വീട് കണ്ടിട്ടുണ്ട് നിങ്ങൾ? കാരണം അയാൾ വാങ്ങിക്കുന്ന 50 രൂപ കൊണ്ട് അത് അത്രയും നടക്കുള്ളൂ എന്നാണ്. പിന്നെ എല്ലിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നോക്കുന്ന ഒരു ഉപകരണം ഉണ്ട്. ഇപ്പൊ അതൊക്കെ മാറി. പക്ഷെ മൂപ്പര് ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഹാമർ പോലത്തെ ചെറിയൊരു സാധനം, പിന്നെ അങ്ങനെയൊക്കെ 2-3 സാധനങ്ങളെ ഉപയോഗിക്കും. എന്തുകൊണ്ട്? ആൾ അപ്ഡേറ്റ് ആയിട്ടില്ല. ഇപ്പൊ ആൾക്കത് കാര്യങ്ങൾ മനസ്സിലായി. ആരോ പറഞ്ഞു കൊടുത്തു, ഏതോ ഒരു ബിസിനസ് ട്രെയിനർ പറഞ്ഞു കൊടുത്തു, ആള് ഭയങ്കര അപ്ഡേറ്റ് ആയിട്ട് ഒരുമാതിരി ഫീസായി. ഇപ്പൊ 250 അങ്ങനെ എന്തോ ഫീസായി പോയി. പക്ഷെ ആളുടെ പ്രായം ഒരുപാട് അങ്ങ് കടന്നുപോയി എന്നുള്ളതാണ് സത്യം. സോ നമ്മളെ ലൈഫ് എന്താക്കുക, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് നോളജ് ഉണ്ട് പക്ഷെ ഗ്രോത്ത് ഇല്ല. നമ്മളെ എഫേർട്ട് എടുക്കുന്നില്ലെങ്കിൽ ഒരു റിസൾട്ട് നമുക്ക് കിട്ടൂല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ലൈഫ് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു 7 അപ്ഡേഷൻ ഉണ്ട് നമ്മുടെ ലൈഫിൽ. 7 അപ്ഡേഷൻ നമ്മൾ കൃത്യമായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റുക. അതിൽ ഒന്നാമത്തത് മൈൻഡ് സിസ്റ്റം ആണ്. നമ്മുടെ ചിന്ത. നമ്മുടെ ചിന്തയാണ് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരോടാണെന്ന് അറിയോ? നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഇന്നർ വോയിസ് ആണ് നമ്മളോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു ദിവസം സംസാരിക്കുന്നത്. നിങ്ങൾ ഇനി എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും സംസാരിക്കുന്നത് നമ്മളോട് തന്നെയാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ ഇരുന്നിട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും നമ്മളെങ്ങനെയാണെങ്കിൽ അല്ലെ? നിങ്ങൾക്ക് ആർക്കും ഫീൽ ഉണ്ടായിട്ടുണ്ട്? സ്റ്റേജിലൊക്കെ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് നമ്മൾ വേദിയിലും സ്റ്റേജിൽ ഇങ്ങനെ കുറെ ആളുകൾ അങ്ങ് ഇരിക്കുന്നു. അപ്പം ഒരു ലേഡി ഇങ്ങനെ വരികയാണ്. ആ ലേഡി ഭയങ്കര അപ്ലോസും അപ്രീസിയേഷനും ഒക്കെ കിട്ടിയിട്ട് ആ ലേഡി ഇങ്ങനെ വെൽക്കം ചെയ്യുമ്പോൾ സ്വാഭാവിക ലേഡീസിന് നിങ്ങൾക്ക് തോന്നാറുണ്ടല്ലോ, എനിക്ക് ഒരു മെന്നാണ് ആ വരുന്നെങ്കിൽ എനിക്ക് തോന്നും, ഞാനാണ് ആ കളക്ടർ ആയിരുന്നെങ്കിൽ എന്ത് രസം ഉണ്ടാവില്ല, ഞാനിങ്ങനെ ഇന്നൊക്കെ ചെയ്ത് വരുന്നു, ഞാൻ ആ മൈക്കിന് മുന്നിൽ നിൽക്കുന്നു, 2 ഇങ്ങനെ ഒന്നും ആയിരിക്കൂല. ഇപ്പൊ അയാൾ കണ്ടില്ലേ, ഒരുമാതിരി പഴംപൊരിക്ക് റബ്ബർ ബാൻഡ് ഇട്ട മാതിരി, അങ്ങനെ ഒന്നും ആയിരിക്കൂല. ഞാൻ ഫുൾ സെറ്റ്, നല്ല ഫിറ്റുള്ള, ഞാൻ എന്നെ അവിടെ ഇമേജ് ചെയ്ത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കും. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ? ഞാനായിരുന്നെങ്കിൽ എന്ന്. അപ്പൊ നമ്മുടെ ചിന്ത, നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മളോട് തന്നെയാണ്. ആ ഇന്നർ വോയിസ് നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളെ ലൈഫ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ അത് ഡിസ്ട്രോ ചെയ്യാൻ, നമ്മളെ ലൈഫിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും വലിയൊരു വെപ്പണായിട്ട് അതിനെ മാറ്റും എന്നുള്ളതാണ്. അതിനൊരു ഫോർമുല ഉണ്ട്, തോട്ട്, ഫീലിംഗ്, ആക്ഷൻ, റിസൾട്ട്. അതിന്റെ പ്രോബ്ലം എന്താണ്? എല്ലാം പറയാം, എനിക്ക് കഴിയില്ല, എനിക്ക് ലക്കില്ല, എനിക്ക് സമയമില്ല. ഈ 24 hours തന്നെയാണ് ബിൽ ഗേറ്റ്സിനുള്ളത്. എല്ലാ മനുഷ്യന്മാർക്കും ആപ്പിളിന്റെ ഫൗണ്ടറാണ്, അയാൾക്ക് 24 hours ആണ്. എല്ലാവർക്കും 24 hours ആണ്. ചിലപ്പോൾ മണിക്കൂറുകളുടെ വ്യത്യാസം ഉണ്ടാവും, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും വ്യത്യാസം ഉണ്ടാവും, പക്ഷെ എല്ലാവർക്കും 24 hours തന്നെയാണ് അല്ലെ? ആർക്കെങ്കിലും 24 hours അല്ലാത്തുണ്ടോ? ഈ 24 hours എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി പറ്റും? ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഞാൻ 5 മണിക്ക് എപ്പോഴും എണീക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ രാവിലെ 10 മണിക്ക്, രാത്രി ഫുള്ള് മൊബൈലും കണ്ടിരുന്ന് രാവിലെ 10 മണിക്ക് എണീറ്റ് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു മനുഷ്യനില്ല. വൈകുന്നേരം ആകുമ്പോൾ മനുഷ്യന്മാരൊക്കെ ഞാൻ കാണുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് മനുഷ്യന്മാരെ പിന്നെയും കാണുന്നില്ല. അപ്പോഴും ഞാൻ ലൈവായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മനുഷ്യരൊക്കെ പ്രൊഡക്റ്റീവ് ആവാണ്. രാവിലെ അവർ 5 മണിക്ക് എണീറ്റ് അവരെ ജോലി നോക്കി പോവാണ്. ഞാനിത് എന്താ പറയാ, വെളിച്ചടിച്ചു കഴിഞ്ഞാലും ഉറങ്ങി എണീക്കാത്ത രൂപത്തിൽ ഞാൻ ഉറങ്ങുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറയാണ് എനിക്കൊന്നിനും പറ്റുന്നില്ല. ഞാൻ എന്റെ സമയത്തെ ഞാൻ മാറ്റിമറിക്കണം. പിന്നെ ലക്ക് എന്ന് പറയും. ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഒരു ബിസിനസ് ട്രെയിനിങ് കൂടി ഞാൻ എടുക്കുന്ന ഒരാളാണ്. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ വാപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മ, എന്റെ കുടുംബക്കാരുണ്ടാക്കിയ ഒരു ബിസിനസ് അതേപോലെ നടത്തി കൊണ്ടുപോയിട്ട് അതിലിങ്ങനെ വിജയം കണ്ടെത്തുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. ഉണ്ടോ? അവര് ചെയ്ത കാര്യങ്ങൾ അതിലെങ്ങനെ അർത്ഥം ഉണ്ടാവും? ഒരു വർഷത്തെ ടേൺ ഓവർ 50 ലക്ഷമാണ്. ഞാൻ വന്നതിൽ പിന്നെ അത് 1 കോടി കടന്നിട്ടുണ്ട്. ഞാൻ വന്നതിൽ പിന്നെ അതിൽ ഒരുപാട് അപ്ഡേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ അഭിമാനിക്കാം അല്ലെ? പിന്നെ ലക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ വിശ്വസിക്കണ്ട. ലക്കിലല്ല ജീവിതം കിടക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്യുക. ലക്കിൽ ഒരിക്കലും ജീവിതം രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ലക്ക് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ ഇരിക്കുക.
അല്ലെ? നമ്മളിങ്ങനെ വീട്ടിലിരുന്നിട്ട് പറയാം ലക്ക് വരും. മുമ്പൊരു കഥ കേട്ടിട്ടില്ലേ? കോടാലി കൊണ്ടുവന്ന ഒരു പരദേവത. എന്റെ വീടിന്റെ മുന്നിൽ ചെറിയൊരു റിവർ ഉണ്ട്, നല്ല ലേക്ക് ഉണ്ട്, നല്ല രസമാണ് കാണാൻ. ഞാൻ ആ പരദേവത ഇത്ര കാലമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി മരം ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല. ഞാൻ രണ്ട് എന്താ പറയാ മഴ ഞാൻ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് വെറുതെ. ഞാൻ അത് മാറിയിട്ട് വരുമോ? ആരും വിചാരിക്കണ്ട, അങ്ങനെ ഒരു ലക്കുമായിട്ട് ഒരാളും വരാനും പോകുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താ? എനിക്ക് കഴിയില്ല എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നോക്കാം, ഐ വിൽ ട്രൈ. എനിക്ക് പഠിക്കാൻ പറ്റുമല്ലോ, അല്ലെ? പ്രോബ്ലം ആണ് എന്ന് പറയുന്നിടത്ത് എന്താ? അതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് കരുതുക. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഞാൻ എന്താ പറയാ, ഞാനിങ്ങനെ കാർ എടുത്തിട്ട് ഇങ്ങനെ പോകും. അപ്പൊ എനിക്ക് ഭയങ്കര റഷിലെ ഏരിയയിലൊന്നും പോകാൻ പറ്റൂല. ഞാൻ നോർമൽ ഏരിയയിലാണ് ഞാൻ ഡ്രൈവ് ചെയ്യുക. എന്റെ അനുഭവം കേട്ടോ. ഞാൻ അങ്ങനെ ഒരു ദിവസം നമ്മുടെ നാട്ടിലൊരു റെയിൽവേ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പൊ അതൊക്കെ മാറി, ഓവർ ബ്രിഡ്ജൊക്കെ ആയി. ഞാൻ അതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ ടൈം നോക്കിയിട്ടാണ് ഈ വണ്ടി എടുത്തിട്ട് പോവുക. കാരണം എനിക്കറിയാം വണ്ടിന്റെ ടൈം ഏതൊക്കെയാണ്. അപ്പൊ ആ ടൈം ക്ലോസ് ചെയ്യില്ലല്ലോ ഗേറ്റ്. അപ്പൊ എനിക്ക് സുഖമായിട്ട് പോകാം. ഒരു ദിവസം ഞാൻ അവിടെ എത്തിപ്പെടലും ഗേറ്റ് അടച്ചിട്ടുണ്ട്, ഏതോ ഗുഡ്സ് പാസ് ചെയ്യാൻ. ഞാനാണെങ്കിൽ പെട്ടും പോയി. ഇനി ബാക്കോട്ടും പോകാൻ പറ്റൂല, മുന്നോട്ടാണെങ്കിൽ 3-4 വണ്ടി ഉണ്ട്, ബാക്കോട്ടും വണ്ടി ഉണ്ട്. എന്ത് ചെയ്യുമെന്ന് അറിയില്ല, ഒരു രക്ഷയില്ല. ഞാൻ അവിടെ വണ്ടി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്റെ വീട്ടിലുള്ളവരെ ചുറ്റുള്ളവർ സ്മരിക്കും, ഇല്ലേ? നിങ്ങളിപ്പോ ഒരു സ്ഥലത്ത് പോകുമ്പോൾ മുന്നിലുള്ള ആൾ വണ്ടി എടുക്കാതെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ അയാളെ നല്ലതാണോ പറയാ സാധാരണ? നല്ല മനുഷ്യനല്ലേ, എനിക്ക് തിരക്കൊന്നും ഇല്ലാത്ത അങ്ങനെ പറയോ? അല്ലല്ല, സ്മരിക്കൂലേ നിങ്ങള്? എന്തൊക്കെ നല്ല വർത്താനം പറയൂലേ? മൂപ്പരെ അച്ഛൻ, അമ്മ, വീട്ടുകാര് നല്ല രീതിയിൽ സംസാരിക്കും, അല്ലെ? ആസ് എ ഹ്യൂമൺ അങ്ങനെയാണ് സംഭവിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഏതായാലും മുന്നോട്ട് പോവാം. എന്തായാലും സംഭവിക്കുക എന്താ? ഒന്നുകിൽ എന്റെ വന്ന് ക്ലച്ച് ഇളകി പോയിട്ട് മറ്റേ വണ്ടിക്ക് ഇടിക്കും. ഇടിച്ചാൽ കൂടുതൽ എന്താ സംഭവിക്കുക? ഒന്നും നോക്കാനില്ല. ഞാൻ എന്റെ ബ്രദറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഒന്നും നോക്കാനില്ല, ഫസ്റ്റ് ഇട്ടോ എടുത്തോ, ഒന്നും നോക്കാനൊന്നുമില്ല. ഇനി അവിടെ ഒന്നും ചെയ്യാറില്ല. ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് ഒരു പ്രശ്നത്തിലുള്ള വഴിയുണ്ടാവും. അതുകൊണ്ട് നീ എന്താക്കാ, അങ്ങനെ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ എടുത്തത് ഇന്ന് ഈ നിലയിലെത്തുന്നത്. നേരെ മറിച്ച് ഞാൻ എന്റെ ബ്രദറിനെ വിളിച്ചു വരുത്തി അവനാണ് ആ വണ്ടി എടുത്തതെങ്കിൽ ഇന്നും ഞാൻ റെസ്റ്റിൽ കിടക്കും, അല്ലെ? ഇന്നും ഞാനൊരു റഷ് കാണുമ്പോൾ ഞാൻ പേടിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇന്നും എല്ലാവരോടും പറയുന്ന ഒരു കഥയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പ്രോബ്ലം എന്ന് പറയുന്നിടത്ത് നമ്മൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. നമ്മുടെ മൈൻഡ് ചേഞ്ച് ആയാൽ തന്നെ നമ്മുടെ ലൈഫ് ഓട്ടോമാറ്റിക് ചേഞ്ച് ആവും എന്നുള്ളതാണ്. അടുത്തത് സെക്കൻഡ് വൺ ഇമോഷണൽ സിസ്റ്റം ആണ്. ഇമോഷൻ സിസ്റ്റം, നമ്മുടെ ഫീലിങ്സ്, അത് റിയാക്ഷൻ മാനേജ് ചെയ്യാനുള്ള കുറച്ച് രീതികളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ ഇമോഷൻ, നമ്മുടെ ആങ്കറിങ് കൺട്രോൾ അല്ല എന്നുള്ളത്, നമ്മുടെ ദേഷ്യം കൺട്രോൾ അല്ല എന്നുള്ളതാണ്. പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. നമ്മൾ കാണും, വാട്സപ്പിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കാണും, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല, അല്ലെ? ഉള്ളിൽ മാത്രമല്ല, നമ്മൾ പൊട്ടിത്തെറിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് നമ്മളെ തലയിൽ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് എന്റെ അഭിപ്രായം. കാരണം നമ്മൾ പൊട്ടിത്തെറിക്കേണ്ട സ്ഥലത്ത് മാത്രമേ പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമില്ലൂ. അല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആവുകയാണ്, അല്ലെ? കാരണം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ, സൂസമ്മ എന്തെങ്കിലും പറഞ്ഞു, ഞാൻ ഒറ്റയടിക്ക് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. കുറച്ച് കഴിഞ്ഞ് ഇപ്പുറം വന്നിട്ട് ഞാൻ പക്ഷേ പുള്ളിക്കാരിപ്പോ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാണോ, വേണ്ടായിരുന്നു, ഞാനിങ്ങനെ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് സ്ട്രെസ്ഡ് ആയി. നേരെ മറിച്ച് ഞാൻ എന്താക്കുക, അതൊന്ന് പോസ് ചെയ്ത് ഞാൻ തിരിച്ച് എങ്ങനെ റിയാക്ട് ചെയ്യാം? എന്ത് തന്നെ പറഞ്ഞോട്ടെ, എന്തൊക്കെയോ എന്നെ പറഞ്ഞു, അപ്പൊ ഞാൻ അതൊക്കെ കേട്ടു. അതെ അല്ലെ? ഞാൻ എന്താക്കുക, ശരിക്കും 5 സെക്കൻഡ് പോസ് 5 years റിലേഷൻഷിപ്പ് സേവ് എന്നാണ് പറയാ, അല്ലെ? നമ്മളൊന്ന് പോസ് ചെയ്യുക, ഒരു 5 സെക്കൻഡ് പോസ് ചെയ്യുക. അപ്പൊ ചിലപ്പോ ഒന്നും പറയാൻ തോന്നൂല. ചിലപ്പോ തെറ്റ് സംഭവം സൂസൻ മാമിന്റെ തന്നെയായിരിക്കും. സൂസൻ മാമിന്റെ ബോസാണ്, സൂസൻ മാമിന്റെ ആണ് തെറ്റ്. പക്ഷെ എന്നാലും പുള്ളിക്കാരി എന്താ അത് അംഗീകരിക്കാതെ അങ്ങ് ഷൗട്ട്. അപ്പൊ ഞാൻ പറയാണ് എനിക്കാണുള്ള ജോലി ആവശ്യം. എന്നാൽ അത് മനസ്സിലാക്കാതെ ഞാൻ അങ്ങ് ഇതാക്കി, നിങ്ങൾ എന്തോ ഒലക്കമല വർത്താനാണ് പറഞ്ഞത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ചൂടാൻ കാര്യമുണ്ടാവും. നേരെ ഞാൻ ഒന്ന് പോസ് ചെയ്യുക. ഒരു 5 സെക്കൻഡ് പോസ് എന്ന് പറയുന്നത് 5 വർഷത്തെ റിലേഷൻഷിപ്പ് വരെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് കല്യാണം കഴിഞ്ഞവർക്ക് ഉപയോഗിക്കാം കേട്ടോ. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒന്നൊന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? റിയാക്ട് ചെയ്യുക. തിരിച്ച് ഷൗട്ട് ചെയ്യുന്നതിന് പകരം എന്താ, കാമായിട്ട് നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുക. നമ്മളെ ഇമോഷൻസിനെ കാമായിട്ട് ഹാൻഡിൽ ചെയ്യുക. പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മൾ അതായിട്ട് നമ്മൾ കാമായിട്ട് നമ്മൾ എന്താ പറയുക, കൂളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ചില സമയത്ത് ചില ആളുകൾക്ക് കരയാൻ ഒന്നും വേണ്ട, അല്ലെ? ഞാൻ 96 ഞാൻ ഇങ്ങനെ ആയിരുന്നു,
അന്ന് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്നു എന്ന് ഒരാളെ കഥ കേൾക്കുമ്പോൾ നമുക്ക് അപ്പൊ കരയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ അയാൾ പറയണ അയാളെ സക്സസ് സ്റ്റോറിയാണ്, നമുക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കും അയാൾ ഉദ്ദേശിച്ചത്. സംഭവം കരഞ്ഞ് അങ്ങ് പണിയാവും അല്ലെ. അയ്യോ 96 ആളങ്ങ് നമ്മള് 96 കിടക്കുന്ന എത്ര പല ഇന്റർവ്യൂ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാം തമ്പനയില് അത് കേട്ടപ്പോൾ കരയാത്തവരായിട്ട് ആരുമില്ല. എന്നിട്ട് നമ്മളത് ഓപ്പണായി നമ്മൾ കാര്യം സംഭവം പുള്ളിക്കാരൻ പറയണ എന്താ 96 ഞാൻ എങ്ങനെയായിരുന്നു. അറ്റ് ദ മൊമെന്റ് 2026 ഞാൻ ഇന്ന് മില്യനിയർ ആണ്, ഞാൻ ഭയങ്കര കോടീശ്വരനാണെന്ന് അയാൾ മോട്ടിവേഷൻ പറയുമ്പോൾ നമ്മൾ കിടക്കുന്ന എവിടെ 96 നമ്മളെ ഇമോഷൻസ് അവിടെ ലോക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ പക്ഷെ എന്നാലും പാവല്ല എന്ത് അനുഭവിച്ചിട്ടുണ്ടാവൂലേ. മൂപ്പര് പറയണ കഞ്ഞിക്ക് വരെ ഉപ്പിടൂല എന്നാ പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും മൂപ്പരെ ലൈഫ്. ഒരു പാക്കറ്റ് ഉപ്പിന് 10-15 ഉറുപ്പല്ലുള്ളൂ. എന്നിട്ട് മൂപ്പര് അങ്ങനെ കിടക്കണമെന്ന് മൂപ്പര് രക്ഷപ്പെട്ടു. മൂപ്പര് ഇപ്പൊ കഞ്ഞിക്ക് പകരം ബിരിയാണി മന്തിയാണ് അടിക്കണത്. നമ്മൾ ആ ഇമോഷൻസിൽ അവിടെ ലോക്ക് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇമോഷൻസ് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ സംസാരം ശരിക്കും പറയുന്നത് നമ്മളെ വേർഡ്, നമ്മുടെ സംസാര വാക്കുകൾ 7%, നമ്മുടെ ടോണ് 38%, നമ്മുടെ ബോഡി ലാംഗ്വേജ് 55%. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ റൌഫ് സാറ് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ റൌഫ് സാറിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കണം, റൌഫ് സാറ് സുഖമായിരിക്കുന്നാ, ജോലിയിൽ എങ്ങനെ ഉണ്ട്, ഡ്യൂട്ടിയിൽ എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ കയ്യും മടക്കി ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികം റൌഫ് സാർ എന്താ കരുതാ, ഏതാവൻ അല്ലേ. അപ്പൊ മൂപ്പർക്ക് ഒരു മറുപടി പറയാൻ തന്നെ ഒരു ചടപ്പായിരിക്കും. സുഖാണ്, എന്നിട്ട് എങ്ങനെയെങ്കിലും ഈ ചങ്ങാനൊന്ന് ഒഴിവാക്കണം എന്നായിരിക്കും അല്ലെ. ചില സ്ഥലങ്ങളിലല്ലേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില പ്രോഗ്രാമിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരു പരിസര ബോധം ഇല്ലാതെ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഒച്ചയിലൊക്കെ സംസാരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാം ശ്രദ്ധിച്ചോണെങ്കിൽ നമ്മളടുത്ത് അതുണ്ടോ ഇത് കണ്ടോ അത് മറ്റാളാണ് കേട്ടാ, ഇത് ഇയാളാണ്, ഞാൻ ഇങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ ടോൺ എപ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും നമ്മുടെ ടോൺ ശ്രദ്ധിക്കുക. അതെന്തിനാണ്? മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനല്ല, നമ്മൾ സ്ട്രെസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ടോൺ നമ്മൾ ശ്രദ്ധിക്കുക. എങ്ങനെ അവിടെ സംസാരിക്കണം, അതെങ്ങനെ നമുക്ക് കിട്ടും? നേരത്തെ പറഞ്ഞ പോലെ 5 സെക്കൻഡ് നമ്മളൊന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോൺ നമുക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ റൂൾ എന്താണ്? തിങ്ക് ബിഫോർ സ്പീക്ക്, സ്പീക്ക് ടു കണക്ട്, ലിസൺ ടു അണ്ടർസ്റ്റാൻഡ്. കേൾക്കുക, നമ്മൾ ഒരാൾ പറയും നമ്മൾ കേൾക്കുക അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ താഴെയുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് നീ ചെയ്ത് തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം എന്താണ്, ഇത് നീ മറ്റൊരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നമ്മുടെ മക്കളോട് പറയാ, ഇത് നീ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, ഇത് ഇങ്ങനെ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ എന്ന് മക്കളോടായാലും. അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലുമൊക്കെ ചെയ്തു അല്ലെ, നമുക്കിപ്പോ ആഗ്രഹമുണ്ട് ഭർത്താവ് കഴിച്ച പാത്രമൊക്കെ കഴുകിയിട്ട് ഇടയ്ക്കൊന്ന് സഹായിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പറഞ്ഞാൽ പുള്ളിക്കാരൻ ചൂടാവും. അപ്പൊ നമ്മൾ എന്ത് പറയാ? സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതൊന്ന് കഴുകി നോക്കിയേ, ഒരു രസം ഉണ്ടാവില്ല. നമ്മൾ തമ്മിൽ ആ ഒരു ബോണ്ടിങ് എന്നൊക്കെ പറയുമ്പോൾ മൂപ്പർക്ക് തന്നെ ഒരു രസം ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ ഭർത്താവിന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഭാര്യയോട് പറയുമ്പോൾ എന്താ അതേ രീതിയിലൊന്ന് പറയാം. നമ്മുടെ ടോണൊക്കെ ഒന്ന് ഉഷാറാക്കി അല്ലെ. നമ്മൾ ആ ടോണിൽ പിടിച്ചിട്ട് നമുക്ക് ആ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തും കേൾക്കും. അടുത്തത് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് തേർഡ് വൺ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? നമ്മൾ അധികം സംസാരിക്കാതിരിക്കുക അല്ലെ. പിന്നെ നമ്മൾ കേൾക്കൂല. നിങ്ങൾ ഈ ചർച്ചകളൊക്കെ കാണാറുണ്ടോ? 7 മണിക്കൊക്കെ നടക്കുന്ന അന്തി ചർച്ചകൾ കാണാറുണ്ടോ ന്യൂസിന്റെ? ശരിക്കും നമ്മൾ കേട്ടാൽ നമുക്കും മനസ്സിലാവൂല, പറയുന്ന ആങ്കറിനും മനസ്സിലാവൂല. ഇങ്ങനെ പറയും, അല്ല പറ അത് പറ. അപ്പൊ ഇയാളെ പറയും ഞാൻ പറയട്ടെ അല്ലെ. ഏതൊരു കോമഡി വൈറലായിട്ടില്ലേ, ഞാൻ പറയട്ടെ. അവസാനം എനിക്കൊന്നും മറിമായെന്ന് തോന്നുന്നു. അവസാനം പറയൂന്ന് പറഞ്ഞപ്പോഴാണ് മൂപ്പര് പറയുന്നത് പറയാൻ വന്നതും മറന്നു എന്ന് അല്ലെ. എന്താണ് പറയണതെന്നും കേൾക്കൂല, എന്താണ് പറയേണ്ടതെന്നും അറിയില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് പലപ്പോഴും സംസാരിക്കുന്നതുണ്ട്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ആരോട് സംസാരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, ഏത് രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക. പിന്നെ എവിടെയൊക്കെ സംസാരിക്കണം. ചില സ്ഥലങ്ങളിൽ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടാവൂല. എന്നാലും നമ്മൾ വെറുതെ ഞാനൊരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു മോശമായി പോകൂലേ എന്നൊരു രൂപത്തിൽ അഭിപ്രായം പറയുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമേ അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് തീരെ വില ഉണ്ടാവില്ല. എന്നാലും നമ്മൾ വെറുതെ ഒരു അഭിപ്രായമൊക്കെ നമ്മൾ അവിടെ പറയും. സോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അത് നമ്മളെ ലൈഫിലാണെങ്കിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ആരോടാണെങ്കിലും നമ്മൾ സംസാരിക്കുക, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് നമ്മുടെ ഹാബിറ്റ്സ് ആണ്. ഹാബിറ്റ് സിസ്റ്റം, ശീലങ്ങളാണ് അല്ലെ. നമ്മൾ ദിവസം ചെയ്യുന്ന ശീലങ്ങൾ ഉണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കും. ഇത് എന്നോടാണെന്ന് പറയുന്ന ഞാൻ എന്നോടും, കേൾക്ക് നിങ്ങൾ എന്താക്കാം ഇത് എന്നോടാണ് പറയുന്നത്, ഇത് എന്റെ കാര്യങ്ങളാണ് എന്ന് നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ ഹാബിറ്റ്സ് ഒക്കെ മനസ്സിലാവും. ലേസിനെസ്, ഫോൺ അഡിക്ഷൻ, പിന്നെ നോ ഡിസിപ്ലിൻ, ഒരു ഡിസിപ്ലിനും ഇല്ല. നമ്മളെ ഡിസിപ്ലിൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നമ്മൾ എഴുന്നേറ്റ് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ അതിന്റെ ഡിസിപ്ലിൻ എവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത്?
ക്ലോക്കുന്നോ? ക്ലോക്കിന്റെ ഡിസിപ്ലിൻ എടുക്കും, ബാറ്ററി മാറ്റി കൊടുത്താൽ മതി. നമ്മളെ ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നിടത്തുനിന്നാണ്. അല്ലെ? നമ്മൾ നേരെ എഴുന്നേറ്റ ഉടനെ നേരെ ഒന്നുകിൽ കിച്ചണിലേക്ക് പോകും, അല്ലെങ്കിൽ വാഷ്റൂമിലേക്ക്. അതിന് പകരം നമ്മൾ എഴുന്നേറ്റ ഉടനെ ആദ്യം നമ്മളെ കിടന്ന ഭാഗം അഥവാ നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ ക്ലിയർ ചെയ്ത് തുടങ്ങുന്നിടത്താണ് നമ്മുടെ ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെ? നമ്മൾ അങ്ങനെ ഒന്ന് വിരിച്ചു നോക്കുക, എന്നിട്ട് നമ്മളൊന്ന് വാഷ്റൂം അല്ലെങ്കിൽ കിച്ചണിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ റൂമിലേക്ക് തിരിച്ചൊന്ന് റീ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ റൂമിന് ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ എങ്ങനെ അങ്ങ് പോവുക, അത് ഹാബിറ്റ് ആയ ആൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല കേട്ടോ. നിങ്ങൾ എന്താക്കും, ഒന്ന് അലങ്കോലായിട്ട് കിടക്കുക, തിരിച്ചു കിടക്കുന്ന ആ റൂം വന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംഭവം അങ്ങനെ തന്നെ ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ ചിലപ്പോൾ ഒന്നും കൂടെ ഒന്ന് കിടക്കാൻ തോന്നുക, എന്തായാലും കുലഞ്ഞിട്ടുണ്ട്, അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് മടക്കാം, അപ്പൊ ഒന്നുകൂടെ ഒന്നാക്കും, ഒന്നുകൂടെ ഒന്നൊരു കിടക്കുമ്പോഴാണ് ഒന്ന് തപ്പിയപ്പോഴാണ് ഫോണ് കൈ കിട്ടിയത്. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം കണ്ടത്. ഏതായാലും സ്കൂൾക്ക് പോകാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് പോകാൻ ഇനി കുറച്ച് ടൈം ഉണ്ട്, അപ്പൊ ഒരു 10 മിനിറ്റ് നോക്കാം. ഈ 10 മിനിറ്റ് സ്ക്രോളിങ് ഒരിക്കലും നമുക്ക് നിർത്താൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ലേസിനെസ്, നമ്മളെ ഫോൺ അഡിക്ഷൻ, ഇതൊക്കെ നമ്മൾ മാറ്റാം. എന്തൊക്കെ ഹാബിറ്റ് ഉണ്ടോ നമ്മുടെ മോശമായിട്ട് നമ്മൾ മാറ്റി നിർത്തേണ്ട ഹാബിറ്റ്സ് ഉണ്ടോ, ഒക്കെ നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അടുത്തത് ടൈം സിസ്റ്റം ആണ്. നമ്മൾ ടൈം യൂസ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, നമ്മുടെ സമയം, ഇത് പ്രത്യേകിച്ചിട്ട് ആരോടും പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്കറിയാം ടൈമിങ് എങ്ങനെയാണ്, നമ്മുടെ ടൈം എങ്ങനെയാണെന്നുള്ളത്. കാരണം ഒരു നാള് നമ്മൾ ലോക്ക്ഡൌൺ ഒക്കെ അനുഭവിച്ച ആൾക്കാരാണ്. ഇന്നലെ ഒരു ചെറിയ ന്യൂസ് ഒക്കെ കണ്ടുള്ളതാണോ എന്നറിയില്ല, മറ്റൊരു എന്താ പറയാ എനർജി ലോക്ക്ഡൌൺ വരാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മളൊരു ലോക്ക്ഡൌണിൽ നമ്മൾ അനുഭവിച്ചതാണ് എങ്ങനെയാണ് സമയം പോകാൻ പറ്റണില്ല എന്നുള്ളത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാല് എന്റെ നാടിന്റെ തൊട്ടടുത്ത് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ അടുത്ത് ഒരു മനുഷ്യൻ കാലങ്ങളായിട്ട് ഫുള്ള് പാരലൈസ് ആയിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാനും കണ്ണും മാത്രമേ ചലിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അദ്ദേഹം ലോക്ക്ഡൌണിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ ഇപ്പോഴും ഞാൻ ഓർത്തു വെക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പോ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു പ്രശ്നമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്, വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു പ്രശ്നമാണ് അനുഭവിക്കുന്നത്. കാലങ്ങളായിട്ട് ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്, ഒന്നുമില്ലെങ്കിൽ വീടിനെ തന്നെ സ്വന്തം ചുറ്റാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഞാൻ കാലങ്ങളായിട്ട് എന്റെ കണ്ണും വാ മാത്രമേ പ്രവർത്തിക്കണുള്ളൂ. ഒരു കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വേദന സഹിച്ചിട്ട് ഞാൻ വിളിക്കണം അപ്പുറത്തേക്ക്, എന്നിട്ട് അവര് വന്നിട്ട് വേണം എന്റെ ആ കൊതുകിനെ ഒന്ന് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് തല്ലിക്കൊല്ലാന്, അല്ലെങ്കിൽ ആ കൊതുക് കടിച്ചെടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മഹന്തി തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്റെ സമയം, എന്നിട്ട് അയാളുടെ സമയം എങ്ങനെയാണ് പ്രൊഡക്റ്റീവ്. കമ്പല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്, എനിക്ക് തോന്നുന്നു ജസ്റ്റ് മീഡിയ വണിൽ എവിടെയോ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അയാൾ ഇന്ന് ലക്ഷപ്രഭുവാണ്. അയാൾ ചിന്തിച്ചു, ഞാനൊരു മരത്തിന്റെ പണിയാണ് അയാൾക്ക് ഇപ്പോ, മരം എടുക്കുക, ഫർണിച്ചർ ഉണ്ടാക്കുക, കൊടുക്കുക. ഇയാൾ എന്താ ചെയ്യുന്നത്, ഈ കിടന്നെടുത്തുനിന്ന് അയാൾ കണ്ണ് മതിയല്ലോ, മുതലാളിക്ക് കണ്ണ് പോരെ, പറയാൻ വാ പോരെ, ഇയാള് CCTV-യും അതിന് മൈക്കും സിസ്റ്റം ഒക്കെ ഘടിപ്പിച്ചിട്ട് ഇയാൾ കിടക്കുന്ന റൂമിൽ നിന്ന് തന്റെ പണിക്കാരോട് പറയാണ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്. ഇന്ന് അയാൾ ലക്ഷപ്രഭുവാണ്. നമ്മുടെ നാടിന്റെ അടുത്തുള്ള ഏറ്റവും വലിയ ലക്ഷപ്രഭു അയാളാണ്. ഒരു പ്രശ്നങ്ങളില്ല, കയ്യിന് പ്രശ്നമില്ല, കാലിന് പ്രശ്നമില്ല, ഈ ഒരു കുഴപ്പമില്ലാതെ ദൈവം സഹായിച്ച എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ ഓർഗൻസും ഉള്ള നമ്മള് ഇപ്പോഴും പറയാണ്, എനിക്ക് ലക്കില്ല, എനിക്ക് പറ്റണില്ല, എനിക്ക് സമയമില്ല. നമ്മളെ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ യൂസ് ഒക്കെ നമ്മൾ മാക്സിമം കുറക്കുക. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത്, ചിലപ്പോൾ കാണും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് തമ്പനയിൽ നോക്കിയിട്ടുണ്ടോ, 30 ദിവസം കൊണ്ട് 30 ലക്ഷം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം ഞാൻ ഉപയോഗിച്ച വഴി ഇതാണ്. ഇങ്ങനെ എന്തെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള, ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം ഇത് ശ്രദ്ധിച്ചാൽ മതി. ക്ലിക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഒരു തമ്പനയിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്? ഇങ്ങനെ ഒരു ലൈഫിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 3 ഹാക്കിങ്, പൈസ ഉണ്ടാക്കാൻ ഇതിലും നല്ല എളുപ്പവഴി വേറെ ഇല്ല, ഈ ഒരു ബിസിനസ് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ ക്ലിക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ നോക്കിയിട്ടുണ്ട്, ഇതെങ്ങനെ രക്ഷപ്പെടുമോ നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. കാരണം ആ തമ്പനയിലാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്, അല്ലെ? എന്നിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കണ്ട് ശരിക്കും ഞാൻ ഇവിടെ ഒരു പണിക്ക് പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടുന്നതിന് പകരം ഞാൻ അവനെ രക്ഷപ്പെടുത്തുകയാണ്. ഞാൻ വീഡിയോ നോക്കിയിട്ട് ഞാൻ എന്റെ ഓരോ വ്യൂസിനും അവന് ഡോളർ ഇട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ശരിയാണ്, 30 ദിവസത്തിനുള്ളിൽ 30 ലക്ഷം എങ്ങനെ ഉണ്ടാക്കാം? ഈ വീഡിയോ നമ്മളെല്ലാരും ഇരുന്ന് കാണും, അവൻ ഉണ്ടാക്കും, നമ്മൾ ഉണ്ടാക്കൂല. അപ്പൊ നമ്മുടെ ടൈം നമ്മൾ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അടുത്ത 6th one, മണി സിസ്റ്റം. നമ്മുടെ പൈസ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് മണി ഏൺ മാനേജ് ഗ്രോ.
ഇതിന്റെ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കണം. പിന്നെ സേവ് ഉണ്ട്, അത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ലോക്ക്ഡൌണിന്റെ കാര്യങ്ങൾ, ഫ്യൂൽ അതുപോലെ തന്നെ എനർജി, അതുപോലെ തന്നെയാണ് പൈസയുടെ കാര്യമാണ് മെൻഷൻ ചെയ്തത്. ഇത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. പൈസ നമ്മൾ ഗൂഗിൾ പേ, ബാങ്ക് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ലിക്വിഡ് മണി ആയിട്ട് കയ്യിൽ കരുതണം എന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, കാരണം ഞാൻ കഴിഞ്ഞ മാസം ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ലിക്വിഡ് മണി കരുതുന്ന ഒരാളല്ല ഞാൻ. അവിടെ പോയ സമയത്ത് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ. കാരണം അവിടെ ആളുകൾ കൂടിയതുകൊണ്ട് UPI നെറ്റ്വർക്ക് ഒന്നും വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. കടം വാങ്ങിച്ചിട്ട് ഇപ്പം വെള്ളം കുടിക്കാൻ പറ്റൂലല്ലോ. എനിക്ക് അറിയാത്തൊരു സ്ഥലമാണ്. സോ നമ്മുടെ പൈസ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കുക. നമ്മളൊരു എമർജൻസി ഫണ്ടിങ് സിസ്റ്റം നമ്മൾ നിർബന്ധമായിട്ടും കരുതുക. സേവിങ്സിന് പുറമെ എമർജൻസി ഫണ്ടിങ് സിസ്റ്റം. നമ്മളൊരു എമർജൻസി ഫണ്ടിങ് സിസ്റ്റം ഉദ്ദേശിക്കുന്നത്, പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ ഒരു ഫണ്ടിങ് സിസ്റ്റം ഉണ്ടാവണം. നാളെ നമ്മൾ ബാങ്കിന്റെ മുന്നിൽ പോയിട്ട് നിൽക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ എമർജൻസി ഫണ്ടിങ് സിസ്റ്റം ഉപയോഗിക്കാനുള്ള മാർഗം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലെ, നാളെ ഒരാളെ വിളിച്ചിട്ട് ചോദിക്കാണ്, സജന മാമിനെ വിളിച്ചു ചോദിക്കാണ്, പെട്ടെന്നൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നിട്ടുണ്ട്, അമ്മക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ഛന് വന്നിട്ടുണ്ട്, മകൾക്ക് വന്നിട്ട്, മകന് വന്നിട്ടുണ്ട്, എനിക്ക് വന്നിട്ടുണ്ട്, 1 ലക്ഷം തിരിക്കാനുണ്ടാവോ മറിക്കാനുണ്ടാവോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ അവസ്ഥ കൊണ്ടായിരിക്കും ചോദിച്ചെങ്കിൽ സജന മാം തിരിച്ചു കരുതുന്ന ഒരു കാര്യം ഉണ്ടാവും. എന്താണ്? അലമ്പ്, ഇത് ബന്ധം തന്നെ വേണ്ടായിരുന്നു. കാരണം ഒറ്റയടിക്ക് ചോദിച്ചത് 1 ലക്ഷമാണ്. അവസ്ഥ അതായിരിക്കാം. നമ്മളൊരു എമർജൻസി ഫണ്ടിങ് സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെ മണി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം കൂടിയാണ്. കാരണം നമ്മൾ പലപ്പോഴും അനുഭവിച്ച ഒരു കാര്യമായിരിക്കും നമ്മൾ ഈ റോളിംഗ് എന്ന് പറയുന്നത്. പൈസ റോൾ ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ എടുക്കരുത്. ഒരിക്കലും റോളിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു സ്ഥലത്ത് ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ല. റോൾ ചെയ്ത് പഠിക്കരുത്. റോൾ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ ലൈഫിൽ റോൾ ചെയ്തുകൊണ്ടിരിക്കും. അവരെങ്കിൽ ലക്ഷക്കണക്കിന് റോൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാലത്ത് അവർ രക്ഷപ്പെടൂല. കാരണം സ്വന്തം പൈസ വെച്ചിട്ടല്ല കളിക്കുന്നത്. സൂസൻ മാമിനോട് വാങ്ങിച്ച് റൌഫ് സാറിനോട് വാങ്ങിച്ച് സജന മാമിനോട് വാങ്ങിച്ച് ഇപ്പുറത്ത് കൊടുക്കും, വീണ്ടും കൊടുക്കും, അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അല്ലെ? പിന്നെ കടം കൊടുക്കുന്നവർ എപ്പോഴും കടം കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ നല്ല സ്വഭാവങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക്? കടം കൊടുത്തു കഴിഞ്ഞാല്, കടം കൊടുക്കപ്പെട്ടവനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്താ പറയാ നമ്മളോട്? ചിലപ്പോ ഫസ്റ്റ് നമ്മള് ഒന്നുമില്ല, നമ്മളെ ദൂരത്ത് നിന്ന് കാണുമ്പോൾ നമ്മളെ ഹായ് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കും. എന്താണ്, പിന്നെ മറ്റേ പൈസ ഉണ്ടല്ലോ തരൂട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും തിരിച്ചു പറയാനും പറ്റൂല. ഒരു മാസം അങ്ങനെ പോകും. ഒരു മാസത്തേക്ക് ആ കട അങ്ങ് തീർന്നു പോകും. പിന്നെ കുറച്ചു നമ്മൾ പിന്നെ നമുക്ക് ചോദിക്കാനൊരു മടിയാണ് അല്ലെ, എങ്ങനെ ചോദിക്കുക. നമ്മൾ കുറെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഏതായാലും നേരിട്ട് ചോദിക്കുമ്പോൾ ഒരു ചടപ്പ് ഒഴിവാക്കാൻ, ആരെ പൈസയാണ്, നമ്മളാണ് പൈസ കൊടുത്തത് കടം, നേരിട്ട് ചോദിക്കാതെ ചടപ്പ് ഒഴിവാക്കാൻ വേണ്ടി വാട്സപ്പ് വോയിസ് നോട്ട് നമ്മൾ ആശ്രയിക്കും. പിന്നെ പൈസ എന്നുണ്ടെങ്കിലേ കുറച്ച് എന്താ പറയാ, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അപ്പൊ ഒന്ന് ആ പൈസ കിട്ടിയെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വോയിസ് അയക്കുമ്പോൾ ആവുമ്പോൾ തിരിച്ചു പറയുന്നതിന് മറുപടി എന്തായിരിക്കും എന്ന് പറഞ്ഞാല്, സൂസൻ മാം നിങ്ങളെ പൈസ കൊണ്ട് ഞാൻ എന്തായാലും രാജ്യം വിട്ടിട്ടൊന്നും പോകൂല, 2 ലക്ഷം റുപ്യ അല്ലേ ഞാൻ തരും, അല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വലിയ കൊട്ടാരൊന്നും ഇവിടെ പണിയൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് സൂസൻ മാം പറയും എന്നാ ആയിക്കോട്ടെ അങ്ങനെ ആവട്ടെ എന്ന് പറയും. കടം കൊടുത്താരാ? നമ്മളാണ്. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് കടം വാങ്ങിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. സോ കടം എന്നുള്ള ശത്രു നമ്മൾ ഒഴിവാക്കുക, മാക്സിമം ഒഴിവാക്കുക. ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ വിമ്പിളിന്റെ ഫൗണ്ടർ ഉണ്ടല്ലോ ഫൈസൽ സാറായിട്ട് ഞാൻ പെട്ട ഒരു സംഭവം ചർച്ച ചെയ്തപ്പോൾ ഫൈസൽ സാറ് പറഞ്ഞൊരു സംഭവം ഉണ്ട്. പലരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, വിമ്പിളായതുകൊണ്ട് ഫൈസൽ സാറ് പറഞ്ഞൊരു കാര്യം കൂടി, ഒരു അഡ്വൈസ് ആയിട്ട് ഞാൻ എടുത്തൊരു കാര്യം കൂടിയാണ്. നമ്മളോട് ആരെങ്കിലും 1 ലക്ഷം കടം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 5000 കൊടുക്കാം. അത്രയും അറിയുന്ന ആളാണെങ്കിൽ 5ഓ 10ഓ കൊടുത്തിട്ട് പറയാം, കടമായിട്ടൊന്നും എൻ്റെ അടുത്തില്ല, ഇത് വെച്ചോ, തൽക്കാലത്തേക്ക് ആവശ്യങ്ങൾ നടക്കട്ടെ എന്ന് പറയാം. കാരണം തിരിച്ചു കിട്ടൂല എന്ന് നമുക്കറിയാം. എന്ന് കരുതി 1 ലക്ഷം കളയുന്നതിനേക്കാളും നല്ല എന്താ, സന്തോഷത്തോടുകൂടി 10,000 കൊടുക്കണല്ലേ. നല്ലൊരു ടിപ്പാണ് ഇത്. 1 ലക്ഷം കളയുന്നതിനേക്കാളും നല്ലതാ 1 ലക്ഷത്തിനും വേണ്ടിയിട്ട് 3 പാരഗൺ ചെരുപ്പ് തേക്കുന്നതിനേക്കാളും നല്ല എന്താ, 10,000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം. നമ്മൾ ദൈവത്തിനോട് പറയാം, ദൈവമേ ഞാൻ ഇന്നാകെ 10,000 കൊടുത്തിട്ടുണ്ട്, അത് നീ സ്വീകരിക്കുക, അത്ര തന്നെ ഉള്ളൂ. കാരണം എന്തായാലും കിട്ടാൻ പോണില്ല. അപ്പൊ നല്ല മനസ്സോടുകൂടി കൊടുത്തിട്ട് അതിനെന്താക്കുക, നമ്മൾ ഒരു ചാരിറ്റി ആയിട്ട് നമ്മൾ കാണുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് റിലേഷൻഷിപ്പ് സിസ്റ്റമാണ്, 7th വൺ. അപ്പൊ മണി സിസ്റ്റത്തിന് മനസ്സിലായാലോ. നമ്മൾ സേവിങ്സ് വേറെ ഉണ്ടാക്കുക, എമർജൻസി ഫണ്ടിങ് വേറെ ഉണ്ടാക്കുക, അനാവശ്യ സംഭവങ്ങൾ ഒഴിവാക്കുക. ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ കൂടി സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഒരുപാട് ഹോട്ടൽസ് അടച്ചുപോയി. ഫാമിലികൾ ആരും പുറത്ത് കാണാനില്ല, ഫാമിലിയുടെ ഒരാളും പുറത്തില്ല. കാരണം എന്താ, ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള മെനു ഇല്ല. കുറെ ഹോട്ടലിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് LPGയുടെ ലഭ്യത പ്രശ്നം കാരണം
ഹോട്ടൽ മെനുവിൽ വ്യത്യാസം വരുന്നത് ഉണ്ടാവും, ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. 1,00,000 ഉണ്ടാവുമെന്ന്. ഞാൻ തരാം. ഞാൻ 10,000 കൊടുക്കണം, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്തത് റിലേഷൻഷിപ്പ് സിസ്റ്റം ആണ്. കണ്ട മനുഷ്യന്മാരെ ചിന്ത പോയതുണ്ടോ? ഇനിയിപ്പൊ അങ്ങനെ ചെയ്യാലോ, 1,00,000 ചോദിച്ചു കഴിഞ്ഞാൽ 10,000 കിട്ടും, അപ്പൊ അത് തിരിച്ചു കൊടുക്കും വേണ്ട. അപ്പൊ ഈ മോർണിംഗ് സർക്കിളിലുള്ള 10 ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ 1,00,000 ആയി, അപ്പൊ തിരിച്ചു കൊടുക്കും വേണ്ട. നല്ലൊരു ഐഡിയ ആണ്, ഇത് മാത്രം കട്ട് ചെയ്തിട്ടാ മതി. ഓക്കെ, അടുത്തത് റിലേഷൻഷിപ്പ് സിസ്റ്റം ആണ്, 7th വൺ. നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, വർക്ക് കണക്ഷൻ, ഇതൊക്കെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. കാരണം അതിൽ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈഗോ നമ്മൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഈഗോ എന്ന് പറയുന്നത് അത് വലിയൊരു ക്യാൻസർ ആണ്. അത് ചെറുതായിട്ട് ഇങ്ങനെ പടർന്ന് നമ്മളെ എല്ലാ ഓർഗൻസിനെയും നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈഗോ എന്ന് പറയുന്നത്. ഈഗോ നമ്മുടെ ലൈഫിൽ ഉണ്ടാകരുത്. നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ട് ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടി എന്ന് കരുതുക, അത്ര കരുതുക. അതിനപ്പുറത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു എരിച്ചിലും ഒരു പൊരിച്ചിലൊക്കെ ഉണ്ടാവും. പെട്ടെന്നൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. രാത്രി 3 ദിവസം ഉറക്കൊക്കെ പോകും ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ. എന്നാൽ എന്തോ ഒലക്കാണ് ഓന്, അല്ലെങ്കിൽ അവക്ക് എന്തോ ഒലക്കാണ് കിട്ടിയത് പ്രൊമോഷൻ. ഞാൻ ഒന്നിച്ചാണല്ലോ വർക്ക് ചെയ്യണത്, ഒന്നുമില്ലെങ്കിൽ അവളെക്കാളും 5 മിനിറ്റ് മുന്നേ ഞാനാണ് എത്തണത്. പക്ഷെ സ്മാർട്ട് വർക്കും ചെയ്തത് ആളായിരിക്കും. ഹാർഡ് വർക്ക് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് സ്മാർട്ട് വർക്ക് ഉണ്ടല്ലോ, അല്ലെ? ഞാനൊരു ഇപ്പം കൂടി പറഞ്ഞുതരാം. നമ്മള് ബോസിനൊക്കെ കാണുന്ന സമയത്ത് ഒന്ന് കാര്യമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ എന്താക്കുക, ബോസിന് എന്തോ കാര്യം നമ്മൾ ചെയ്യുന്ന മാതിരി നമ്മൾ പറയാം, സാർ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് എഫക്റ്റ് ആയിട്ട് നമ്മുടെ കമ്പനി ഒന്ന് ഗ്രോത്ത് ആവൂലേ എന്ന് പറയുമ്പോൾ ബോസ് എന്താ വിചാരിക്കുക, ബുദ്ധിയുള്ള ബോസന്മാരുണ്ട്, അത് വേറെ വിഷയം. എന്നാലും കോർപ്പറേറ്റ് കമ്പനിയിലെ ബോസന്മാരൊക്കെ അങ്ങനെയാണ്. ഞാനൊക്കെ ഇപ്പോഴും പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എപ്പോഴായാലും പിടിക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താക്കുക, സ്വീറ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും എല്ലായിടത്തും പെരുമാറുക എന്നുള്ളതാണ്. ഓക്കെ, ഈഗോ ഒഴിവാക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ആദ്യം നമ്മൾ പ്രണയിക്കുന്ന സമയത്ത്, ഭാര്യ ഭർത്താക്കന്മാർ പ്രണയിച്ചിരുന്ന സമയത്ത് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവും. പിന്നീട് ഭാര്യ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആ സമയത്ത് എന്നെ വിളിക്കും 1 മണി 3 മണി വരെയൊക്കെ, പുലർച്ചെ വരെ നിങ്ങൾ എന്നോട് സംസാരിച്ചിരുന്നില്ല, ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ എന്ത് സമയമില്ലാത്ത എന്തോ ഒലക്കാണ് നിങ്ങൾ, അന്നത്തെ നിങ്ങൾ തന്നെയല്ല ഇപ്പോഴും, അല്ലെ? ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ 3 മണി ഒഴിവാക്കുക, അല്ലെ? അതെന്തായാലും നമ്മൾ തയ്യാറല്ലല്ലോ. അപ്പൊ എന്താക്കാ, നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്താക്കാ, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാ. നമ്മൾ ഇടയ്ക്കൊന്ന് വിളിച്ചിട്ട്, ഒരു ഉച്ചക്ക് നമ്മൾ ലഞ്ചിന് ഇറങ്ങുന്ന സമയത്ത് വിളിക്കാം, ഭാര്യയെ വിളിക്കാം, അങ്ങോട്ട് വിളിക്കാം, എന്നിട്ട് വിളിച്ചു ചോദിക്കാം ഭക്ഷണം കഴിച്ചോ, എന്തെടുക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്, ഒരു 2 സുഖകരൊക്കെ ചോദിച്ചിട്ട് നമ്മൾ സംസാരം ഒന്ന്, നമ്മുടെ റിലേഷൻഷിപ്പ് ഒന്ന് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം ചായക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് വിളിക്കാം. ഒരുപാട് വിളിച്ചിട്ടില്ലെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് അവരൊന്ന് പരിഗണിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നേരെ മറിച്ച് അവരെ അവഗണിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ബാക്കി ഞാൻ പറയണ്ടല്ലോ, ബാക്കി നിങ്ങൾ ഊഹിച്ച് എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ അപ്രീസിയേഷൻ കൊടുക്കുക. നമ്മളൊരു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുക. പലപ്പോഴും ഞാൻ റീലിൽ കാണില്ലേ, ഭർത്താക്കന്മാര് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കും, ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറയും, തീരെ ഉപ്പില്ല, കുറച്ച് ഉപ്പിടുന്ന് പറയും. എന്നിട്ട് ഇവളിങ്ങനെ തിരിഞ്ഞേക്കുമ്പോ ഇവൻ ഉപ്പിടാതെ, ഇപ്പൊ ഒന്ന് നോക്കി നോക്കാതെ, ഇപ്പഴാ കറക്റ്റ് ആയത്. ഞാൻ പറഞ്ഞില്ല ഒരു ഉപ്പിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ശരിക്കും അവിടെ ഉപ്പ് കുറഞ്ഞാൽ നമ്മൾ എന്ത് പറയാ, നല്ല രസമായിരുന്നു കേട്ടോ, അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചൊരു വെച്ച് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഭാര്യ ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭർത്താവും പറയാം, ഇങ്ങനെ ഒരു ഫുഡ് നീ ഇതുവരെ ഉണ്ടാക്കി ചിക്കൻ, എന്തൊരു സ്പെഷ്യൽ ഉണ്ട് അല്ലെ? സംഭവത്തിന് സ്പെഷ്യൽ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ ഇവിടെ കുറച്ചും കൂടി ലഫ്ലി ആയിട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ ആ സംഭവത്തിൽ നമ്മളെന്ത് പറയാം, അവർ അപ്രീസിയേറ്റ് ചെയ്യുക, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് എന്ന് പറയുമ്പോൾ ഇവക്ക് തന്നെ തോന്നും നാളെ മട്ടൻ ഉണ്ടാക്കണം, അല്ലെ? നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ എന്താ പറയാ, കിച്ചണിൽ ഉണ്ടാക്കുമ്പോൾ പാത്രങ്ങളോട് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അല്ലെ? ശരിക്കും പ്രത്യേകിച്ച് അമ്മമാര് പാത്രങ്ങളോട് സംസാരിക്കുക. അതിന് നമുക്ക് രാവിലത്തെ അലാറാം, ഞാനൊക്കെ അലാറാം കേൾക്കൽ അങ്ങനെയാണ് പലപ്പോഴും. ഇങ്ങനെ ചട്ടിയൊക്കെ മുട്ടുന്ന, ചട്ടിയല്ല സ്റ്റീൽ പാത്രമൊക്കെ മുട്ടുന്ന സൗണ്ട്, ക്ലിങ് ടിങ് ടിങ്. ഉറങ്ങിക്കോ, എല്ലാരും ഉറങ്ങിക്കോ, അല്ലെ? എന്നാലും ആ പാവം തന്നെ പണിയെടുക്കുള്ളൂ. ആ പാവത്തിന് അറിയാം ആ പാവം തന്നെയാണ് പണിയെടുക്കുക എന്നുള്ളത്, അല്ലെ? നമ്മൾ പറയുന്ന ഒരു വാക്കില്ലേ, ഉമ്മാക്കൊന്നും അറിയില്ല, ഉപ്പാക്കൊന്നും അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം റീല് കണ്ടിരുന്നു, ഭയങ്കര സങ്കടം തോന്നിയ ഒരു കാര്യമാണ്. നമ്മൾ അറിയാതെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട്, ഉമ്മാക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച്, ഉമ്മാക്ക് എന്താ അറിയാം, ഉമ്മാക്കൊന്നും അറിയില്ല, ഉപ്പാക്കൊന്നും അറിയില്ല. ശരിയാണ്, അവരൊന്നും അറിയില്ല എന്നുള്ളതല്ല, അവരൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ മക്കളായിട്ട് നമ്മളെ അവർ കൊണ്ട് നടന്നപ്പോ നമ്മളൊന്നും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവരെ വേദനകൾ അറിയിച്ചിട്ടില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഭക്ഷണങ്ങൾ തന്നിട്ട് അവര് ഇപ്പൊ വേണ്ട മാറി നിന്നിട്ട് പിന്നെ കഴിച്ചോളാം കുറച്ച് പണിയുണ്ട് എത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക അവർക്ക് കഴിക്കാനുണ്ടോ നോക്കുക. ചിലപ്പോ ഇല്ലാത്തതിന്റെ പേരിലായിരിക്കും, ഉള്ളതൊക്കെ വിളമ്പി വെച്ചിട്ട് അപ്പുറത്തുള്ള രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനുള്ള പ്ലാൻ ആയിരിക്കും.
അപ്പൊ അവർക്കൊന്നും അറിയാത്തതല്ല, ഉമ്മാക്ക് അല്ലെങ്കിൽ അച്ഛനും അമ്മക്കൊന്നും അറിയാത്തതിന്റെ പ്രശ്നമല്ല, അവര് നമ്മളെ അറിയിക്കാത്ത പ്രശ്നങ്ങൾ മാത്രമേ നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ളൂ. നമ്മളത് അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. നാളെ ഞാനൊരു അച്ഛനായി കഴിഞ്ഞാല്, നിങ്ങളൊരു അമ്മയായി കഴിഞ്ഞാല് നിങ്ങൾക്കും ഒന്നും അറിയൂല. അപ്പോഴും നമ്മുടെ മക്കള് തലമുറയായിട്ട് പറയാൻ പോകും അച്ഛനൊന്നും അറിയില്ല. അപ്പൊ ഞാൻ റിയലൈസ് ചെയ്യും, ശരിയാണ്, എനിക്കൊന്നും അറിയില്ല. കാരണം എന്റെ അമ്മക്കെല്ലാം അറിയാമായിരുന്നു, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അല്ല, എന്റെ അച്ഛനെല്ലാം അറിയാമായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത്. നമ്മൾ റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കുക, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതൊക്കെ. കാരണം മാജിക് വേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? മാജിക് വേർഡ്സ്, സോറി അല്ലെ, താങ്ക് യു, ഐ കെയർ, ഇതൊക്കെ മാജിക് വേർഡ്സ് ആണ്. സോറി എന്ന് പറഞ്ഞാൽ കണ്ടമാനം പറയരുത് കേട്ടോ. ദേഷ്യം വന്ന് ഭാര്യയുടെ മുഖത്ത് ഒന്നണ്ട് കൊടുത്തിട്ട് പിന്നെ സോറി ഇപ്പൊ എന്റെ അടുത്ത് പറ്റിപ്പോയാണ്, ഒരു 10 മിനിറ്റ് പിന്നെയും കൊടുക്കുക. അല്ലെ, ഏതോ ഒരു സിനിമയിൽ നമ്മുടെ ബേസിൽ ജോസഫ് അടിയോടടി, ഒരേ അടി, ചവിട്ടുക കുത്തുക, ഒരേ അടി, എന്നിട്ട് ഇപ്പുറം വന്നിട്ട് പറയും നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാന്ന് പറയും. അല്ലെ, അവസാനം പെണ്ണുമ്പോൾ എന്താക്കി, നല്ലൊരു കറാട്ട പഠിച്ച് തിരിച്ചു കൊടുത്തപ്പോഴാണ് ഇവര് മനസ്സിലായത് ഇത് തിരിച്ചടിക്കുന്ന സൈസാണ് എന്നുള്ളത്. ഒക്കെ ലിഫ്ന മാം ഒക്കെ ചിരിക്കുന്നുണ്ട്. എന്താ അറിയില്ല, കറാട്ട വിട്ട് അടിച്ചതാണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ മാജിക് വേർഡ്സ് എപ്പോഴും ഉപയോഗിക്കുക. ഓക്കെ, സോറി പറയാം. അത് നമ്മൾ റിലേഷൻഷിപ്പിലൊക്കെ എപ്പോഴും നമ്മൾ പിണങ്ങി നിൽക്കുന്ന സമയത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഹഗ് ചെയ്തിട്ട്, അത് അച്ഛനെ ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവിനായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഒന്ന് ഹഗ് ചെയ്തിട്ട് സോറി പറ്റിപ്പോയി, സാരില്ല, പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത ഒരു പ്രശ്നമില്ല. മല പോലെ വന്നത് മഞ്ഞ് പോലെ ഉരുകുന്ന നിങ്ങൾക്ക് കാണാം. നേരെ മറിച്ച് ഞാൻ പറയാണ്, റോഫ് സാർ ഇങ്ങോട്ട് വന്നിട്ട് സോറി പറയട്ടെ, ഞാൻ തന്നെ അങ്ങോട്ട് പറയണത്. നമ്മൾ രണ്ടാളും ഒരു കമ്പനി തന്നെയല്ല വർക്ക് ചെയ്യുന്നത്. റോഫ് സാർ ഇരുന്ന് എന്താണ്, അവൻ ഇങ്ങോട്ട് വന്നിട്ട് പറയട്ടെ, ഞാൻ തന്നെ അങ്ങോട്ട് പറയണത്. എന്തായാലും ഓനേക്കാളും എന്തായാലും ഓണം ഞാൻ കൊണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് പ്രായം ഉണ്ടല്ലോ, പിന്നെന്താ ഇങ്ങോട്ട് പറയുന്നതിന്? എന്നാൽ നമ്മൾ രണ്ടാളാ ഈഗോ വെച്ചിട്ട് ലൈഫിൽ പിന്നെ ഉണ്ടത്തില്ല, അല്ലെ? പിന്നെ ഇങ്ങനെ കാണുമ്പോ ചിരിക്കും, അപ്പൊ ഉള്ളു പറയും കള പന്നി, എന്നെ കാണുമ്പോ ഒന്നും ഉണ്ടാകാതെയാണ് സോറി പറയാതെ. അപ്പൊ റോഫ് സാർ തിരിച്ച ആകെ അത്ര ഉള്ളൂ. എന്നിട്ട് ഇവന്റെ കളി കണ്ട ഞാൻ വലിയ എന്തോ സംഭവമാണ്, ഓനേക്കാളും മുന്നേ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, അല്ലെ? പരസ്പരം നമ്മൾ പഴിചാരുന്നു നമ്മളെ കാര്യം. നേരെ മറിച്ച് ആ സോറി പറഞ്ഞ അവിടെ തീർത്താലോ, റോഫ് സാറിനെ കാണുമ്പോൾ ഒരു ഹഗ്ഗിങ് ഉണ്ടാവും, സംസാരം ഉണ്ടാവും, നല്ല പോസിറ്റീവ് സംസാരങ്ങൾ, വൈബ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെ? അതുപോലെ തന്നെ താങ്ക് യു പറയാം. എന്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊരു താങ്ക് യു പറഞ്ഞിട്ട് എന്താക്കുക, ഒരു സ്മൈലോട് കൂടി പറയാം. നാളെ തന്നെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ചിരിക്കുക, താങ്ക് യു, താങ്ക് യു. ഇത് മരത്തിനോട് പറയണ മാതിരിയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ചിരിച്ചുകൊണ്ട് സ്മൈൽ ചെയ്യുക, അല്ലെ? നമ്മളെ സ്മൈല്, നമ്മള് ബസ്സിലൊക്കെ പോകുമ്പോ സജന മാമൊക്കെ മുമ്പ് പറയണ്ടായിരുന്നു, നമ്മുടെ അർച്ചന മാമൊക്കെ പറയണ്ടായിരുന്നു, ബസ്സിലൊക്കെ ഇവര് പോകുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് ചിരിക്കുന്ന ആളെ കാണുമ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര രസമാണ്. അങ്ങനെ എല്ലാ ചിരിക്കും നമ്മൾ ഉത്തരം കൊടുക്കരുത്, അത് പിന്നീട് പണിയാവും. എല്ലാ ചിരിക്കും ഉത്തരം കൊടുക്കരുത്. സജന മാമിനോടൊക്കെയാണ് നമ്മൾ ചില ചിരികൾക്ക്, നമ്മൾ ചില സ്മൈൽ ചെയ്തിട്ടുള്ള ചില മനുഷ്യർ, നമ്മൾ ഇങ്ങനെ പ്രശ്നത്തിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ട് ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര പോകുമ്പോൾ ഉണ്ടാവും, അപ്പുറത്ത് രണ്ടാളുകൾ ഇരുന്നിട്ട് എന്തോ തമാശ പറഞ്ഞു ഭയങ്കര ചിരി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര ചിരിയായിരിക്കും. അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഭയങ്കര ചിരിയായിരിക്കും. അപ്പൊ നമ്മൾ തോന്നും എനിക്ക് എന്ത് മനുഷ്യന്മാരല്ലേ, ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ അവർ ചിരിക്കുന്ന. പ്രശ്നങ്ങൾ അയാൾക്കാണ്, എനിക്കാണ്. അതിനേക്കാളും പ്രശ്നങ്ങൾ അയാൾക്കുണ്ടോ? പക്ഷെ ഏതോ ഒരു തമാശക്ക് അയാൾ ചിരിച്ചപ്പോ നമ്മളെ ഉള്ളില് എന്തോ ഒന്ന് മുട്ടിട്ടിട്ടുണ്ടാവും. എന്ത് രസാണ് അല്ലേ, എന്ത് ലൈഫാണ് അല്ലേ, അവർക്കൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുന്നു എന്ന് തോന്നും. എന്നിട്ട് നമ്മളെ സ്വയം നമ്മുടെ ലൈഫിനെ കുറ്റപ്പെടുത്തും. എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. ചിരിക്കാനുള്ള എല്ലാ കഴിവുകളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അല്ലെ? ഇതൊന്ന് അനക്കി കഴിഞ്ഞാൽ ചിരിക്കാൻ പറ്റുന്നുള്ളൂ, അല്ല? ഒന്ന് ചിരിച്ചേ, ജസ്റ്റ് ക്യാമറ ഓൺ ആണല്ലോ. സൂസൻ മാം നേരത്തെ ചിരിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്മൈൽ ചെയ്യുക. നിങ്ങൾ സ്മൈൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് സ്മൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ ലോഫിംഗ് തെറാപ്പി, നമ്മളിപ്പോ ഒരു ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പ്, വെക്കേഷൻ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ലോഫിംഗ് തെറാപ്പി ഉണ്ട്, AI ടെക്നോളജി, അങ്ങനെ എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വെക്കേഷനിൽ പഠിക്കാനുള്ള എല്ലാ സംഭവങ്ങളും സംവിധാനങ്ങളും അതിനകത്ത് വിമ്പിൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ലോഫിംഗ് തെറാപ്പി ഉണ്ട്. ചിരി എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ചിരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കീ തിരിച്ച പാവനമാതിരി ചിരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് സ്മൈലിന്റെ ഒരു ഇത്. ആ ചിരി കണ്ടിട്ട് ഓപ്പോസിറ്റിലുള്ള ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചിരിക്ക് അത്രയും വാല്യൂ ഉണ്ടായി എന്നുള്ളതാണ്. സോ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മാജിക് വേർഡ്സ് നമ്മളെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഒഴിവാക്കുക, ഈഗോ നമ്മൾ ഒഴിവാക്കുക, അല്ല മാജിക് വേർഡ്സ് ഉപയോഗിക്കുക, ഈഗോ നമ്മൾ ഒഴിവാക്കുക, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒഴിവാക്കുക. പലപ്പോഴും ചില അച്ഛനും മക്കളും തമ്മിൽ സംസാരിക്കാത്ത കാലങ്ങളായിട്ടുണ്ടാവും, അല്ലെ? ചിലപ്പോ അച്ഛന്റെ ജോലിയും കാര്യങ്ങളൊക്കെ കൊണ്ട് സംസാരിക്കാത്തായിരിക്കും. രാവിലെ പോയിട്ട് വൈകുന്നേരം വരുമ്പോ മക്കൾ എന്താ പറയാ, അച്ഛൻ രാവിലെ പണിക്കൂ, രാത്രി വരും, എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു ഇരുത്തുണ്ട്. ആ ഇരുത്തം പാവപ്പെട്ട മനുഷ്യൻ ചിലപ്പോ കല്ല് ചുമന്നതിന്റെ ഇരുത്തായിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിലെ ജോലി ഭാരം കൊണ്ട് ടെൻഷൻ കൊണ്ട് ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കാം. മക്കളായ നമ്മള് രാവിലെ മുതൽ സ്കൂളിൽ പോയി അല്ലെങ്കിൽ വെറുതെ കളിച്ച് നടന്ന് നമ്മൾ കരുതാണ്
അച്ഛൻ ഒരു പണിയില്ല, രാവിലെ വന്നിട്ട് പിന്നെ രാത്രി വന്നിട്ട് വെറുതെ അങ്ങ് ഇരിക്കുന്നത് കാണാൻ നമ്മളോട് മിണ്ടാൻ സമയമില്ല. നമുക്കുണ്ടല്ലോ നാവ്, നമുക്കുണ്ടല്ലോ ഈ എന്താ പറയാ തുറക്കാൻ പറ്റുന്ന സംഭവങ്ങളും സംവിധാനങ്ങളും. നമ്മൾ സംസാരിച്ചാൽ പോരെ? അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഇപ്പോഴും സംസാരിക്കാത്ത എനിക്ക് ഒരുപാട് കേസുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും സംസാരിക്കാത്ത അച്ഛനും മക്കളും തമ്മിൽ. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമുക്ക് പറ്റൂല. നമ്മൾ ഉള്ളിന്ന് നമ്മൾ ഇന്റൻഷൻ എടുക്കണം, എന്റെ അച്ഛനാണ് എന്നുള്ളത്. അല്ലെ? നിങ്ങളെ അച്ഛനെ ഇപ്പൊ ഞാൻ കണ്ടിട്ട്, ഇപ്പൊ ഞാൻ നിങ്ങളെ അച്ഛനെ എന്റെ അച്ഛനായിട്ട് കണ്ടിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം കണ്ട് തീരുമോ? മൂപ്പര് കരുതാ എനിക്ക് ആ മോനിൽ അത് പാഴായിപ്പോയി, അത് വാഴയാണ്, ഇതെങ്കിലും ഉണ്ടാവട്ടെ എന്ന് കരുതുവോ? എന്നാൽ ഞാൻ അതിന് നിന്നൊടുക്കുവോ? എനിക്ക് ഇതിന് സമയമുണ്ടോ? കാരണം ഇന്റെ ഒന്നും ഉണ്ടല്ലോ വീട്ടില്, എനിക്ക് അതിനെ തൃപ്തിപ്പെടുത്തണ്ടേ? അപ്പൊ നമ്മളെ അച്ഛൻ ആരാ തൃപ്തിപ്പെടുത്തണ്ടേ? ഞാനാണ്. എന്റെ അമ്മയോട് ആരാ സംസാരിക്കണ്ടേ? ഞാനാണ്. അല്ലെ? ചില അമ്മമാര് ചില ആളുകൾ വന്നിട്ട് സംസാരിക്കുന്ന കേട്ടാൽ നമുക്ക് തോന്നും ശരിക്കും സത്യമാണ് അല്ലെ. ചില കേസുകളൊക്കെ വരുമ്പോ, കൗൺസിലിങ്ങിലൊക്കെ ചില കേസുകൾ വരുമ്പോ എനിക്ക് തോന്നും കേട്ടോ, കാഷ്വൽ ആയിട്ട് പറയാണ്, ശരിക്കും ഞാൻ കുറച്ചും കൂടി ഒന്ന് ക്ലോസ് ആവണം അല്ലെ എന്റെ ഉമ്മാനോട്, അല്ലെങ്കിൽ എന്റെ ഉപ്പാനോട് കുറച്ചും കൂടി ഞാൻ ക്ലോസ് ആവണം അല്ലെ. ചിലപ്പോ നമ്മള് ക്ലോസ് ആവുമ്പോ നാളെ എന്താ കാര്യം, കിഡ്നി വല്ലതും വേണോ എന്നൊക്കെ ചോദിച്ചേക്കാം. അല്ലെ? അപ്പൊ പറയാം, ഒന്ന് കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചു നോക്ക്. നാളെ നിങ്ങളെ അമ്മ കിച്ചണിൽ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് നിങ്ങൾ കെട്ടിപ്പിടിച്ചു ഒന്ന് സംസാരിച്ചു നോക്ക്. കിസ് ചെയ്യാത്ത എത്ര മക്കളുണ്ട് ഇപ്പോഴും കിസ് ചെയ്യാത്ത? ഒരു പ്രായം വരെ നമ്മൾ കിസ് ചെയ്യും, പിന്നെ കിസ് ചെയ്യപ്പോ എന്താ അറിയാം, നമ്മള് ഗൾഫിലേക്ക് പോകണം. അപ്പൊ ഒരു ഉമ്മയുടെ അച്ഛനോട് അമ്മയോട് വാ ഒരു മുത്തം കൊടുത്തിട്ട് അങ്ങ് പോകും. എന്തത് യുദ്ധത്തിന് പോവാണോ? അല്ലല്ലോ. ഇത് എപ്പോഴും നടക്കട്ടെ. അതുപോലെ തന്നെ അച്ഛൻ അമ്മ മക്കൾക്ക് കൊടുക്കട്ടെ. ഞാനൊരു രസകരമായ എൻ്റെ ഒരു ഗുരുനാഥൻ രസകരമായ ഒരു അനുഭവം കേട്ടിരുന്നു. മൂപ്പര് ഒരു കഥ പോലെ പറയാണ്, ശരിയാണ്, എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. കാരണം മക്കൾ ഉറങ്ങിക്കിടക്കുമ്പോ, അതുവരെ ഇല്ലാത്ത സംഭവം, മക്കൾ ഉറങ്ങിക്കിടക്കുമ്പോ അച്ഛൻ അപ്പുറത്ത് അമ്മ ഇപ്പുറത്ത് ഇരുന്നിട്ട് പറയടാ എന്താ രസല്ലേ നമ്മളെ മോനെ കാണാല്ലേ മോളെ കാണാൻ, റോസാപ്പൂ ഉറങ്ങണ പോലെ ഉണ്ട് അല്ലേ, ആ മൂക്ക് കണ്ടോ നിന്നെ പോലെ തന്നെ, ആ ചുണ്ട് കണ്ടോ അത് നിന്നെ പോലെ തന്നെ, കണ്ണ് അത് നിങ്ങളെ പോലെ. ഇങ്ങനെ ഭാഗം വെക്കാണ് ആരാ കുട്ടി ഉറങ്ങുമ്പോ. ഈ കുട്ടി വല്ലതും അറിയുന്നുണ്ട്, എന്റെ അച്ഛനും അമ്മ എന്നോട് രാവിലെ ആകുമ്പോ എന്താവും, അമ്മ അടുക്കളയ്ക്ക് പോയി, അച്ഛൻ പണിക്ക് പോയി, കുട്ടി ഒറ്റക്ക്. കുട്ടികൾ രാത്രി സംസാരിക്കുന്ന സ്നേഹപ്രകടനങ്ങളൊന്നും കുട്ടി കാണുന്നില്ലല്ലോ? കാണുന്നുണ്ടോ? ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? അതിന്റെ കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ നെറ്റിയിൽ ഒരു ചുടുചുംബനം. എന്നിട്ട് നമ്മൾ ഇപ്പോഴും പറയാം, എന്റെ കുട്ടി ഉറങ്ങുമ്പോ എപ്പോഴും ഞാൻ കിസ് ചെയ്യാറുണ്ട്. കുട്ടി അറിഞ്ഞിട്ട് വേണ്ട നിങ്ങൾ കിസ് ചെയ്ത്. ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടി ഉണർന്നിരിക്കുമ്പോൾ കൊടുക്ക്, കുട്ടി സ്കൂളിൽ പോകുമ്പോൾ കൊടുക്ക്, കുട്ടി എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോകുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ചെറുപ്പം മുതലേ കൊടുത്തു നോക്ക്. അല്ല, ഇപ്പൊ നമുക്ക് നാണക്കേടാണ്. ഇന്നിപ്പം ഇതുവരെ ചെയ്യാത്ത ഒരാളോട് ഞാൻ ഇന്ന് പറയാം, നിങ്ങൾ അച്ഛൻ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ എന്തെങ്കിലും ഒരു കിസ് കൊടുക്കുന്നു ഞാൻ പറഞ്ഞ എത്ര ആളൊന്നും രണ്ടു വട്ടം ആലോചിക്കും, അയ്യോ ഇങ്ങനെ ഇപ്പൊ നടക്കുക. ശേ, ചിലപ്പോ നമ്മൾ കൊടുത്തെന്ന് വിചാരിച്ചോ, കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അമ്മക്കൊരു ഷോക്ക് ഉണ്ട്, എന്തത്, എന്താ പറ്റി, എന്തെങ്കിലും കാണിക്കണോ, ഇനി ഒരു സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യണോ? അല്ലെ? അച്ഛനും ചിന്തിക്കും, എന്തപ്പോ അത് പറ്റിയത്, ഇങ്ങനെയൊന്നും ഈ ബന്ധത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. നമ്മൾ സ്വയം ചിന്തിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കുക, എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ടാണ്, അല്ലെ? നമ്മൾ പറഞ്ഞു നോക്കുക. അപ്പൊ അവരുടെ ഉള്ളില് അവർ പിന്നെ സ്നേഹം എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ഇന്നർ വോയിസ് അവരുണ്ടാവും, ഉഫ് എന്റെ കുട്ടി, അല്ലെ? നിങ്ങൾ എത്ര വലുതായി കഴിഞ്ഞാലും അവർക്ക് നിങ്ങൾ കുട്ടിയാണല്ലേ. നിങ്ങൾ എങ്ങനെ നിങ്ങൾ വലിയ സംഭവമായി, നിങ്ങൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ഒരാളാണ്, എന്നാൽ അവർക്ക് നിങ്ങൾ മക്കളാണോ? അല്ലെ? പല മക്കൾക്കും നാണക്കേട് കൊണ്ട് അച്ഛനെയും അമ്മയും ഗസ്റ്റുകൾ വരുന്ന സമയത്ത് കിച്ചണിൽ മാത്രം ഒതുക്കി നിർത്തുമ്പോ നമ്മൾ ചിന്തിക്കുക, നമ്മള് എന്താ പറയാ കീറിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അങ്ങാടിയിൽ കൂടെ ഒക്കെ നടക്കാൻ അമ്മ പോകുമ്പോ അല്ലെങ്കിൽ അച്ഛൻ പോകുമ്പോ ഞാൻ വരുന്നു നിങ്ങളെ കൂടെ എന്ന് പറയുമ്പോ, ചിലപ്പോ മുഷിഞ്ഞ വസ്ത്രമായിരിക്കും നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ അല്ലെങ്കിൽ അമ്മ നമ്മുടെ കൈ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് നാണക്കേട് ഉണ്ടായിട്ടില്ല? ഉണ്ടായിട്ടുണ്ടോ? അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കുട്ടിയാണെങ്കിൽ നമുക്കൊരു അഭിമാനം ഉണ്ടല്ലോ. എന്നിട്ടും അവിടെ നമ്മളെ മുഷിഞ്ഞ അവസ്ഥ, എന്റെ സന്തോഷത്തിനാണ് വാല്യൂ എന്ന് കരുതിക്കൊണ്ട് അച്ഛൻ അമ്മ നമ്മളെ കൂട്ടി പോയിട്ടുണ്ട്. ആ സ്ഥാനത്ത് നമ്മൾ ചിന്തിക്കുന്ന എന്താ, അച്ഛൻ അമ്മയെ നമ്മൾ മാറ്റി നിർത്തുകയാണ്, അല്ലെ? നമ്മൾ ഇന്ന് ചെയ്യുക, ഇന്ന് വരെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് കിസ് ചെയ്യുക, നിങ്ങളെ അമ്മയെ അല്ലെങ്കിൽ അച്ഛനൊന്ന് കെട്ടിപ്പിടിക്കുക, ഒന്ന് ഒന്ന് ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്യുക. ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്താൽ നല്ല പ്രായമുള്ള മനുഷ്യന്മാരെ ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്ത് നിങ്ങൾ വീർപ്പ് മുട്ടിച്ച് അങ്ങ് കൊല്ലരുത്. പിന്നെ ആ കേസ് നടത്താൻ വേറെ ആളൊക്കെ ഉണ്ട്. ടൈറ്റ് ആയിട്ട് മീൻസ് അവർക്ക് ഫീൽ ചെയ്യണം, ആ ഒരു ലവ് ഫീൽ ചെയ്യണം. നിങ്ങൾ എന്താ ആ റിലേഷൻഷിപ്പ് നിങ്ങളൊന്ന് ബിൽഡ് ചെയ്യുന്നു. ഹസ്ബൻഡും ഭാര്യയും തമ്മിൽ, ഭാര്യമാരല്ല കേട്ടോ, ഹസ്ബൻഡും ഭാര്യയും തമ്മിൽ, നിങ്ങൾ തമ്മിൽ പരസ്പരം ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് കിസ് ചെയ്ത് നോക്ക്.
പ്രത്യേകിച്ച് മാതാപിതാക്കളായാലും നിങ്ങൾ ഇന്ന് എന്തായാലും ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ ഒരു പോസിറ്റീവ് ഇന്റൻഷൻ ആയിട്ട് എടുക്കൂലേ? നിങ്ങൾ ഇന്ന് ചെയ്യൂലേ? എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളെ അമ്മ, അച്ഛൻ, ഉമ്മ, ഉപ്പ പ്രതികരിച്ച രീതി നിങ്ങൾ പറയാം. എന്താണ് പ്രതികരിച്ച്? 2 കിട്ടിയിക്കണോ? അല്ല അവർക്ക് സന്തോഷമായോ? അല്ല കിഡ്നി വേണോ? എന്താണ് ഇപ്പൊ ആവശ്യം? ആധാരം വേണോ? നിങ്ങളോട് ചോദിച്ചോ? ശരിക്കും ആൺമക്കൾ കെട്ടിപ്പിടിക്കുമ്പോഴാണ് അമ്മമാര് പറയാം, എന്തപ്പോ ഇത് കഥ, എന്തോ ഉണ്ടല്ലോ എന്ന് ചോദിക്കും അല്ലെ? അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാവും. അപ്പൊ തമാശയാണ് അവർ ചോദിക്കുന്നതെങ്കിൽ ഇനി നമ്മൾ എത്ര പെട്ടാലും നമ്മൾ അവരെ സഹായിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ഞാൻ ചെയ്യാറുണ്ട്, ഫ്രണ്ട്സിനോടും പറയാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്, ചെയ്യണം, നമ്മൾ എപ്പോഴും ചെയ്യണം. കാരണം അവർ ജീവിച്ചിരിക്കുമ്പോഴേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവസാനം അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഒരിക്കലും വരരുത്. അവരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത് ചെയ്തു കൊടുക്കായിരുന്നു, ഇത് ചെയ്തു കൊടുക്കായിരുന്നു എന്ന് നമ്മൾ അന്ന് പരാതിപ്പെടുന്നതിന് പകരം ഉള്ള സമയം, കാരണം നഷ്ടപ്പെട്ടവർക്ക് അറിയാം അതിന്റെ വേദന എന്താണ്. നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അറിയുള്ളൂ എന്തായിരിക്കും. ഉള്ളപ്പോ നമ്മൾ മനസ്സിലാവും അവരുടെ ഡെഡ് ബോഡിക്കല്ലേ ചെയ്യേണ്ടത്. അതെ, മരിച്ചു കിടക്കുമ്പോൾ പറയും മക്കൾ ആരെങ്കിലും ഉണ്ടോ, ബോഡി എടുക്കാൻ പോവാണ്, ഒന്ന് അവസാനമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ ഒരു കിസ് കൊടുത്തോണ്ട് ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുക. ആ കൊടുക്കുന്നതിൽ മാത്രമേ കാര്യം ഉണ്ടാവുള്ളൂ. കാരണം അവരെ മരണത്തിൽ വരെ അത് ചിലപ്പോൾ എഫക്ട് ചെയ്യും. അവർക്കൊരു സന്തോഷം, എന്റെ മോന് അല്ലെങ്കിൽ എന്റെ മോള് എപ്പോഴും എന്നെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള ഒരു സന്തോഷം അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഞാൻ പറഞ്ഞു, ഇല്ലാത്തവർക്ക് മാത്രമേ അതിന്റെ പ്രശ്നം മനസ്സിലാവുള്ളൂ. കണ്ണുള്ളവർക്ക് അതിന്റെ കണ്ണില്ലാത്തവർക്ക് അതിന്റെ വില മനസ്സിലാവും എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വിളിച്ചിട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ എപ്പോഴും ചിലപ്പോൾ അമ്മ അച്ഛന്ന് വിളിച്ചിട്ടൊന്നും ആയിരിക്കും നമ്മൾ കയറി ചെല്ലുന്നത്. പക്ഷെ നമ്മളിത് ഇല്ലാതാകുന്ന സമയത്ത് നമ്മൾ കയറി ചെല്ലുമ്പോ അവിടെ നമ്മുടെ വിളി കേൾക്കാൻ പെട്ടെന്ന് നമ്മൾ കാലൊന്ന് തട്ടുമ്പോ അയ്യോ അമ്മ അച്ഛ അല്ലെ, ഉമ്മ ഉപ്പ പെട്ടെന്ന് വിളിക്കും, അയ്യോ പെട്ടെന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ എന്റെ ഡ്രസ്സ് എവിടെയെന്ന് ഉമ്മാനോട് ഉപ്പാനോട്. എത്ര കല്യാണം കഴിച്ച് കഴിഞ്ഞാലും ഉമ്മ ഉപ്പാനെ വിളിക്കുന്ന ആ ഒരു ഫീലൊന്നും കിട്ടാറില്ല പലപ്പോഴും അല്ലെ. കാരണം രണ്ടും രണ്ട് രീതികളാണ്. ഒന്ന് പ്രസവിച്ചതാണ്, മറ്റൊന്ന് നമ്മുടെ ജീവിതപാതിയാണ്. അപ്പൊ നമ്മളെ വിളിച്ച് കയറി ചെല്ലുന്ന സമയം, വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് അവരവിടെ ഇല്ലെങ്കിൽ ഒരു ഡാർക്ക്നെസ് തന്നെയാണ്. അതൊരിക്കലും പൈസ കൊടുത്താൽ കമ്പോളത്തിൽ കിട്ടൂല, ഒരിക്കലും കിട്ടും. നിങ്ങൾ ഇനി എന്ത് തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാലും അച്ഛൻ അമ്മ എന്ന് പറയുന്ന ഒരു പദവി ചിലപ്പം ഇനി മരിച്ചു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ചില ആളുകൾ പറയാം എന്നെ അച്ഛനായിട്ട് കണ്ടോളൂ, എന്നെ അമ്മയായിട്ട് കണ്ടോളൂ. നമുക്ക് കാണാൻ പറ്റുമോ? ഇനി എന്ത് തന്നെയാണ് നമുക്ക് ഒരു ക്ലോസ് ആവാൻ വേണ്ടി പറ്റും? ഒരിക്കലുമില്ല. സോ ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കാനുള്ളതൊക്കെ അവരാഗ്രഹിക്കുന്നത് നിങ്ങളെ പണമല്ല, അവരാഗ്രഹിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് നോക്കണമെന്നല്ല. അവർ ചെറുപ്പത്തിൽ നോക്കിയതിന്റെ, നിങ്ങളെ നോക്കിയതിന്റെ 1% പോലും അവർ തിരിച്ചാഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ തിരിച്ചവരോട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ നിങ്ങൾ ഇതൊരു ഇന്റൻഷൻ ആയിട്ട് എടുക്കുക. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ബിൽഡ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞത്. 7 നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ലൈഫിൽ നമ്മൾ പാലിക്കാം. കറക്റ്റ് 6:28 ആയിട്ടുണ്ട്. സോ നമ്മൾ സംസാരിച്ചിട്ട് 7 കാര്യങ്ങളും കൃത്യമായിട്ട് പറയേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുറച്ചും കൂടി ടൈം എടുത്തത്. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരെയാണ്. എല്ലാവരും റിലേഷൻഷിപ്പ് ഒക്കെ ബിൽഡ് ചെയ്ത് നമ്മൾ സ്വയം നമ്മളെ ഹാപ്പി ആക്കി കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മൾ ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരുത്തൻ സക്സസ് ആവുന്നത് കണ്ടിട്ട് ഞാനൊന്നും ആവുന്നില്ല എന്ന് പരാതിപ്പെടുന്നതിന് പകരം ഞാൻ സക്സസ് ആവേണ്ടി എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് ജീവിത വിജയം ഉണ്ടാവുക എന്ന് കൂടി ഞാൻ പറയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുവാണ്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. രാവിലെ മോർണിംഗ്. യെസ്, ഇത്രയും ലൈവ്ലി ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു സെഷൻ, അതിന്റെ കൂടെ കുറെ ചിരിയുടെ മാലപ്പടക്കം കൊണ്ടാ വന്നേ. അപ്പം നമ്മള് അറിയാതെ തന്നെ ശ്രദ്ധിച്ച് കേട്ടിരുന്നു പോകും. അത്രയ്ക്ക് വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു. പക്ഷെ ഇത് നമുക്ക് വേണ്ടതായ 7 സിസ്റ്റത്തെ പറ്റി പറയുകയും ചെയ്തു. നമ്മളെ ചിരിപ്പിക്കുന്ന മാത്രമല്ല, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന 7 സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു. അത് വളരെ വാല്യുബിൾ ആണ് കേട്ടോ. കുറെ ഒലക്കകൾ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു വീട്ടില്, അല്ലേ? ഒലക്കകൾ പലതും വരുന്നുണ്ടായിരുന്നു. നമ്മളെ നാട്ടില് സംസാരിക്കുമ്പോ അങ്ങനെ എന്താ പറയാ, എന്ത് പറയുമ്പോ നമ്മള് ഫ്രണ്ട്സ് ആയിട്ടും കൊലക്ക എന്തിനപ്പത് അതിങ്ങനെ പറഞ്ഞു, അത് നമ്മൾ യൂസ് ത്രൂ ആയി മാറി. അതെനിക്ക് തോന്നി, കാരണം അവിടെ ഒലക്കകൾ കുറെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതെ അതെ. എവിടെയാ നാട്? ഞാൻ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ്. ഓക്കെ. എനിവേ, ഒന്നും പറയാനില്ല, വളരെ എക്സലന്റ് സെഷൻ കേട്ടോ. യു ഹാൻഡിൽഡ് ഇറ്റ് വെരി വെൽ. ശ്രദ്ധിക്കാതിരുന്നവര് പോലും ചിലപ്പം പെട്ടെന്ന് ചാടി എന്നിട്ട് ശ്രദ്ധിച്ചു കാണും. അത്രയ്ക്ക് വളരെ നല്ല മെസ്സേജ്. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ
ഓൾ ഓഫ് us എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ പോലും നമ്മളത് എടുത്തു പറയുകയും അതിൻ്റെ കൂടെ തമാശ കൂടെ ഒക്കെ കൂട്ടി ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തത് വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. സോ താങ്ക് യു വെരി മച്ച്. ഗോഡ് താങ്ക് ബ്ലെസ് യു. യു. വളരെ നല്ലതായിരുന്നു. ഓക്കെ, താങ്ക് യു മാം. Yes. Hello, Zoe sir. Good morning. മാം മോർണിംഗ്. ആക്ച്വലി ഒരുപാട് ചിരിച്ച് സൂസൻ മാമിനെ ഞാൻ ഇങ്ങനെ കാണും, സൂസൻ മാം ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ് വാസ് റിയലി ബിയോണ്ട് ദ വേർഡ്സ് ആൻഡ് അടിപൊളിയായിരുന്നു. ആൻഡ് യുവർ സെഷൻ വാസ് ഇൻക്രെഡിബ്ലി ബ്യൂട്ടിഫുൾ. അത്രയും വളരെ എന്താ പറയാ, ഫുൾ ഓഫ് പോസിറ്റീവ് എനർജി. ഒരു ഇപ്പൊ ക്ലാസ് കഴിഞ്ഞതുപോലും ആക്ച്വലി അറിഞ്ഞിട്ടില്ല. ആൻഡ് നമുക്ക് ഡീപ്ലി നമ്മളിൽ തന്നെ ഇൻസ്പയർ ആവുന്നത് പോലാണ് സാർ എല്ലാം പറഞ്ഞത്. നന്നായിട്ട് മീൻസ് ഈച്ച് ആൻഡ് എവറി വേർഡ്സ് സാർ പറഞ്ഞതെല്ലാം ഒരാളും ഇന്നത്തെ സെഷന് മറക്കില്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ എന്താ പറയുക ഇൻക്രെഡിബിൾ സെഷൻ. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു മാം. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, തീർന്നു പോയല്ലോ എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് മൈൻഡപ്പ് ആയി പോയി. അതെ അതെ, സമയം പോയത് അറിഞ്ഞില്ല അല്ലെ ശരിക്കും. ഗുഡ് മോർണിംഗ് സർ. എന്റെ ഫസ്റ്റ് മോർണിംഗ്. മോർണിംഗ് ഓക്കെ പറ. വളരെ വൈബ്രന്റ് ആയിട്ടുള്ള, ഭയങ്കര ഫീൽ ആയിട്ടുള്ള, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മോർണിംഗ് തന്നതിന് താങ്ക് യു വെരി മച്ച്. ഓക്കെ മാം, താങ്ക് യു. ടൈം മാനേജ്മെന്റ് അതുപോലെ മണി മാനേജ്മെന്റ് അടിപൊളിയായിരുന്നു. ഈഗോയെ കുറിച്ചുള്ളത് ലാസ്റ്റ് പറഞ്ഞ ഹഗ്ഗും കിസ്സും ഉൾപ്പെടെ അടിപൊളിയായിരുന്നു സർ. എന്റെ ഫസ്റ്റ് ക്ലാസ് ഇത്രയും സൂപ്പറാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഫസ്റ്റ് ക്ലാസ് നല്ലൊരു ഹുക്ക് ഇടാൻ പറ്റിയതായിരുന്നു അല്ലേ? ഹുക്ക് ഇട്ട് ഇനിയിപ്പം വീണ്ടും കയറാൻ ഉള്ള മോട്ടിവേഷൻ തരുന്ന സെഷൻ. അതെ ആൻഡ് അതെ ജായ് സർ അല്ലേന്ന് ഇന്നത്തെ സെഷൻ എടുക്കണ്ടല്ല മാം? സജന മാം വേറെ ജായ് സർ അല്ലായിരുന്നല്ലോ ഒന്ന് എടുക്കണ്ടേ? അപ്പൊ പെട്ടെന്ന് ഒന്ന് ചെയ്തതാണ്. വളരെ ഹലോ, അതെ മനോഹരമായിട്ട്. അതെ പറയാറുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ആരും അതെ. എടുക്കാണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോ അങ്ങനെ സാർ ഏറ്റെടുത്തതായിരുന്നു. താങ്ക് യു സോ മച്ച്. അടിപൊളിയാക്കുകയും ചെയ്തു. താങ്ക് യു. നമ്മളെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ വിമ്പിളിന്റെ കൂടെ നിൽക്കാന്നുള്ളത്. ബാക്കി ഗ്രൂപ്പിലേക്ക് അറിയിക്കാം, നമുക്ക് ലൈവായിട്ട് വരാം. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഗ്രൂപ്പിൽ അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ ആവട്ടെ അല്ലേ? നമ്മൾ കാരണം ഒരാൾ മാറിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ? അപ്പോൾ കറക്റ്റ് ടൈം 6:33 അപ്പൊ നമുക്ക് പിരിയല്ലേ? ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അടിപൊളിയാവട്ടെ. അതെ, എല്ലാവരും ഈ പോസിറ്റീവ് എനർജിയും ചിരിയും ഒക്കെ ഇന്നത്തെ ദിവസം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോട്ടെ. അതെ. ഓക്കെ മാം. ഫുൾ എനർജി. ഫുൾ ഓൺ. യെസ്, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ. ഹാവ് എ ഗുഡ് ഡേ.